ഭയങ്കര എക്സ്പീരിയൻസ് കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഫാസ്റ്റ് മൂവിങ് എല്ലാം കിട്ടുന്നത്. മധുബാനി പ്രിന്റ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൽച്ചന്തിരിയിൽ നല്ല കിടിലം ഫാബ്രിക്. ഇത് ബെർലിനാണ് മെറ്റീരിയൽ. കഫ്താൻ ഷർട്ട് ഇതൊക്കെ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ്. വീഡിയോ പോലും കളയാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. സിംഗിൾ റയോണിലാണ് ചിക്കൻ കാരി വന്നത്. ഒരു 1 മിനിറ്റ് ഇത് നമ്മളൊരു മാസ്റ്റർ ഐറ്റം. വാടാ നേരിട്ട് വാ, തൊട്ടിങ്ങനെ ഫീൽ ചെയ്യേ. അതേപോലത്തെ ഐറ്റം വാടാ, ഓണം കഴിഞ്ഞിട്ട് പിന്നെയും കല്യാണത്തിന് വിടാം. പിന്നെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. 15 വർഷമായി കട തുടങ്ങിയപ്പോ തൊട്ട് നിങ്ങളുണ്ട്. ബിഗ് സൈസ് ആയിരിക്കും, നല്ല അടിപൊളി സൈസിലൊക്കെ വന്നേക്കണത്. 4XL 5XL 6XL വരെ ഉണ്ട് അതൊക്കെ. കേട്ടാ വെറൈറ്റി ഐറ്റം. നമ്മുടെ പാർട്ടി വരുന്ന 3 പീസിൽ വരുന്ന ഐറ്റം ആണ് പറഞ്ഞാൽ ഓണത്തിന് സ്പെഷ്യൽ ഐറ്റംസ്. പാർക്കിംഗ് സൗകര്യം കാർ കണ്ടപ്പോഴാണ് പ്രത്യേകിച്ച് ഓർമ്മ വന്നത്. ധാവണിയില് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. 24-34 സൈസിൽ നല്ല കിട്ടില്ല ധാവണി സെറ്റ് ആണ് ഉണർന്നേക്കണ. ഫാസ്റ്റ് ആയിട്ട് പോണ ഐറ്റമാണ്. ഡെനിം റയോൺ എന്നാണ് അതിന്റെ ഫാബ്രിക്കിന്റെ പേര്. വീഡിയോ ചെയ്യുമ്പോ ഞാൻ എന്ന് ശ്രദ്ധിക്കും. മാർക്കറ്റിൽ തന്നെ കിട്ടില്ല ആ സൈസ് ആണ് നമ്മൾ കാണിച്ചേക്കണം. ആ വെട്ടിക്കാനി തന്നെ നല്ല ഫോയിൽ പ്രിന്റിലാണ് കൊടുത്തേക്കണം. വെറുതെ പെറക്കി എടുക്കുക അങ്ങനത്തെ കളേഴ്സ് ആണ്. പാകിസ്ഥാനി സ്ലീവിലൊക്കെ നല്ല അടിപൊളി ത്രെഡോട് കൂടിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ന്യൂ ബോൺ ഐറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതൊക്കെ ടീനേജിന്റെ ഇടയിൽ ചർച്ചയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട്. ബാഗി, ജോഗർ, മംഫിറ്റ് മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് ആണ്. എങ്ങനെ ഇതൊക്കെ ഒപ്പിക്കുന്നു. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കടയിൽ ഞാൻ സ്ഥിരമായിട്ട് കയറാറുണ്ട്. അത് വീഡിയോ എടുത്താലും എടുത്തില്ലെങ്കിലും ശരി, കാരണം കളക്ഷൻസ് അതുപോലെയാണ്. അതുപോലെ തന്നെ ഓണത്തിന് വെറൈറ്റീസും ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. ഈ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അതിനേക്കാളും മുന്നേ എറണാകുളം എവിടെയാണെന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു മാർക്കറ്റ് റോഡാണ്. എറണാകുളത്ത് മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആ ഒരു മാർക്കറ്റ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് 3 കൂടിയ ഒരു ജംഗ്ഷൻ. ഇവിടെ ചെറിയ ചായകട കാണാം. അതിൻ്റെ മുന്നിൽ CSB ബാങ്കിന്റെ ജസ്റ്റ് തൊട്ടടുത്തായിട്ടുള്ള MNF ആർക്കേഡ് ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ MNF ആർക്കേഡ് ബിൽഡിങ്ങിൻ്റെ അവിടെ ഈ പാർക്കിംഗ് സൗകര്യം കാർ കണ്ടപ്പോഴാണ് പ്രത്യേകിച്ച് ഓർമ്മ വന്നത്. പാർക്കിംഗ് എത്ര വണ്ടിയായിട്ട് വന്നോ നിങ്ങൾ, പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതിപ്പോൾ ബേസ്മെന്റ് ഫ്ലോറിലും ഉണ്ട്, അതേപോലെ തന്നെ മുകളിലത്തെ ടെറസിലും നമുക്ക് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരിയല്ല, നല്ല ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് ഇവിടെ വന്നാൽ മാറും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നില്ലേ, ഇവിടെ വണ്ടി കയറ്റിയിടാം. അതേപോലെ തന്നെ വണ്ടി ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ബസ് വഴിക്ക് വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങാം. അതുപോലെ തന്നെ ട്രെയിനായിട്ടും വരാം കേട്ടോ. അങ്ങനെ ട്രെയിനായിട്ടല്ല, ട്രെയിനിൽ കയറി വരാം. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എത്തേണ്ടത് മാർക്കറ്റ് റോഡിലാണ്. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഈ തൊട്ടടുത്തൊരു വഴി കാണുന്ന കണ്ട. ഇവിടെ ഒരുപാട് കടകളുണ്ട്, പക്ഷേ എല്ലാം കടയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ എറണാകുളത്ത് വരുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു കട, അത് ഷൂട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കയറി നോക്കിയാലോ. നമ്മുടെ ചേട്ടൻ ഇങ്ങോട്ട് വാ. ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് ചേട്ടനാണ്. ശരിക്കും പാർക്കിംഗ് ഒക്കെ കൊടുക്കില്ലേ? എന്റെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ജലദോഷമാണ്. ഓക്കെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എത്ര വണ്ടി വന്നാലും നമുക്ക് ഇടാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഏത് കടയിൽ വന്നാലും അത് MNF ആർക്കേഡ് ബിൽഡിങ്ങിൽ ഏത് വണ്ടി കയറ്റിയാലും ചേട്ടൻ സെറ്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാല് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ അതേ ആ തൊപ്പിക്കാരൻ്റെ അടുത്തേക്ക് എത്തണം. തൊപ്പിക്കാരാ ഇങ്ങോട്ട് വാ. കൈ കൊണ്ട് ഹായ് കാണിക്കുന്നു. അതൊക്കെ അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല 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 കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. കുഞ്ഞുകുട്ടിക്ക് ധാവണി, ഷൂടാ എന്ത് രസമാണ് നോക്ക്. കിഡ്സിൻ്റെ ഉണ്ട്, ലേഡീസിൻ്റെ ഉണ്ട്. ജെൻസിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല. കിഡ്സും ലേഡീസിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ ഏരിയയിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് 2 സൈഡിലും നമുക്ക് ടോപ്പ് കളക്ഷൻസാണ് വരുന്നത്. കുട്ടികളുടെ ധാവണി ചെറുതല്ല കാണിച്ചത്. ഇത് നോക്കി അതിൻ്റെ കുറച്ച് വലുത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് വലുത്. എത്ര കളക്ഷൻസ് വേണം? കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരൂ. ക്യാമറ കണ്ട് വിളിക്കാൻ ആൾക്കാർ ഓടുന്നുണ്ടില്ല. ഞാനൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കട്ടെ. അവിടെ ഇത്തിരി കസ്റ്റമർ. ഞാൻ വരട്ടെ? മൈക്ക് തരൂ. ഇത് ആക്ച്വലി 8 ഫ്ലോറാണ് കേട്ടോ. അപ്പുറത്ത് 4, ഇപ്പുറത്ത് 4. ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറാം. എന്നിട്ട് നമുക്ക് കസ്റ്റമറോട് ഒന്ന് ചോദിക്കാം. എനിക്ക് ഇത്രയും സുന്ദരിയായിട്ട് നിൽക്കണ കണ്ടപ്പോൾ വിടാൻ തോന്നിയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ സ്ഥലം കാണിച്ചു തരാൻ വന്നതാ. അവ എങ്ങനെയുണ്ട്? നമ്മുടെ കുറച്ച് നേരമായി തോന്നണു വന്നിട്ട്. അതെ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അടിപൊളി സൂപ്പർ കളക്ഷൻ. എത്ര നാളായി നിങ്ങൾ വരാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? 10-15 വർഷമായി. കട തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങളുണ്ട്? ഉണ്ട്, അബുവിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ. ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് പറയാൻ? ചേച്ചി സ്ഥലം എവിടെയാ? മാള. കൂടെ മോളാണോ? മോളെ വാടാ.
എത്രയിലും പഠിക്കുന്ന അമ്മരെ കൂടെ സഹായിക്കുന്നുണ്ടോ? എന്താ ചെയ്യണേ? എന്താന്നൊക്കെ? ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇങ്ങടോ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അമ്മരെ കൂടെ കടയിലൊക്കെ പോയി ഇരിക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് അവിടെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ വെച്ചിട്ട്? നല്ല മൂവിങ് ആണ്. നല്ല മൂവിങ് ആണ്. എങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ കൂടുതൽ വെക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാ? ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, എല്ലാ ഐറ്റവും ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ട്. ഈ ക്രോപ്പ് ടോപ്പ് എന്ന് ഉദ്ദേശിച്ചത് വന്നിട്ടാണെന്നറിയോ? വെസ്റ്റേൺ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ കൊറിയൻ സ്റ്റൈലിലുള്ള ടോപ്സ് എന്ന് പറഞ്ഞാൽ അബുക്ക കഴിഞ്ഞിട്ടുള്ള വേറെ ആരും ഈ ഒരു ടീഷർട്ടും എനിക്ക് തോന്നണേ അതെ അതെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എത്നിക് വേണമെങ്കിൽ എത്നിക് ഉണ്ട്. ആ ഒരു സ്റ്റൈലൊന്ന് കാണിച്ചു കൊടുത്തോ. എന്തായാലും ഈ ടൈപ്പ് വേണമെങ്കിൽ ഈ ടൈപ്പ് ഉണ്ട്, കൊറിയൻ സ്റ്റൈലിലുള്ള ടോപ്പ് വേണമെങ്കിൽ അതുണ്ട്, അതുപോലെ ഞാൻ കൊടുത്ത ടൈപ്പ് ഉണ്ട്, ഇനി ചേച്ചി കൊടുത്ത ടൈപ്പും ഉണ്ട്, പിന്നെ അങ്ങനത്തെ വെറൈറ്റീസ് എല്ലാതും ഉണ്ട്. കുട്ടികളുടെ കളക്ഷൻസ്. ചേച്ചിയുടെ പേര് ചോദിച്ചില്ല കേട്ടോ. ജ്യോതി. പ്രജിത. നടക്കട്ടെ അപ്പൊ. ശരി കേട്ടോ. കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. പിന്നെ എന്താണ് പരിചയമില്ലാത്ത പോലെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശരിക്കുള്ള എൻട്രൻസിൽ കൂടെ കയറാം. ഇതും 4 ഫ്ലോർ ആണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തും 4 ഫ്ലോർ ആണ്. അങ്ങനെ 8 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. 8 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 4 ഇപ്പുറത്ത് 4 അങ്ങനെയാണ് 8 ഫ്ലോർ. മൊത്തം കളക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ഐശ്വര്യമായിട്ടൊന്ന് കയറാൻ വരൂ. കയറുമ്പോഴേ കസ്റ്റമർ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. ഇവിടെ ധാവണിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. വരൂ. അതിന് മുന്നേ അവിടെ എത്രനേക്കാളും മുന്നേ ഇവിടെ ധാവണി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ധാവണിയിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പം ഏത് മെറ്റീരിയൽ വേണമെങ്കിലും അതും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ സാരിയില്ലേ ഇതിൻ്റെ കൂടെ? ഇത് മിഡി ടോപ്പാണ്. ഇങ്ങനെയാണ്. ബിലാൽ ഓടി വാ. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി സാരി ഉടുപ്പിച്ചില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് അങ്ങനെ തന്നെയാണ്. ടിഷ്യൂല് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പൊ വയറ് കാണിക്കുന്നവർക്ക് അങ്ങനെയാക്കാം. ഫ്രീ ഒരു ട്രെൻഡ് ആയിട്ട് ട്രഡീഷണലി തന്നെ ട്രെൻഡ് ആയിട്ട്. ഓക്കെ. പിന്നെ ഇത് വരുമ്പോ ധാവണി അത് എന്ന് പറയുമ്പോ അതില് 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സ് ഉണ്ട്. ഇതില് അൺസ്റ്റിച്ചഡ് ആയിരിക്കും ബ്ലൗസ് വന്നത്. എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ഓക്കെ. അടുത്തതും ധാവണി തന്നെ. ഇതാകുമ്പോ സ്റ്റിച്ചഡ് ആയിരിക്കും. അത് സ്റ്റിച്ചഡ് ആണ് വന്നത്. ഓക്കെ. ഇത് ധാവണിയുടെ ഒരു ട്രഡീഷണൽ ആ ഒരു സെയിം ആ ഒരു ട്രഡീഷണൽ ഓണത്തിന്റെ ഫുൾ സെറ്റ് എല്ലാം റെഡിയാക്കി വെച്ചാൽ ഹാൻഡ് വർക്ക് വേണമെന്ന് ഹാൻഡ് വർക്കിന്റെ വെറൈറ്റീസ്. ഇതൊക്കെ നല്ല ടിഷ്യൂവിൽ തന്നെ നോക്കി. മിഡിയിലൊക്കെ ഹാൻഡ് വർക്ക് നോക്കി. നല്ല ഹെവി ഹാൻഡ് വർക്ക്. അപ്പൊ ഞങ്ങളുടെ ഓണം തുടങ്ങി. ഓണം അടിച്ച് പൊളിക്കണം. തകർക്കാണ് ഇവിടെ തുടങ്ങി. ഇവിടെ ആർമാദിച്ചു. ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് ധാവണി എടുക്കാത്തെന്ന്. ധാവണി മൊത്തം നിങ്ങൾക്ക് വേണ്ടി വെച്ചേക്കല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാ പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഒക്കെ ഉണ്ടാ. പിന്നെ ഇതിന്റെ പേരെന്താ പറഞ്ഞ? കോഡ് സെറ്റ് അല്ലല്ല, മധുബാനി പ്രിന്റ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് കോഡ് സെറ്റിൽ കേട്ടോ. അപ്പൊ മധുബാനി പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി ബിലാലിനെ ഒന്നും നമുക്ക് മാറ്റി പിടിക്കേണ്ട സമയമൊക്കെ വയസ്സായി. നമുക്ക് അബുക്കനെ പിടിക്കാം, ചെറുപ്പക്കാരെ പിടിക്കാം അല്ലേ? ചെറുപ്പക്കാരെ. അപ്പൊ നമുക്ക് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. എവിടെ ഒരാൾ വന്നേ? നല്ല ചടപട കളക്ഷൻ. വെറൈറ്റി ഐറ്റം ഇപ്രാവശ്യം ടോപ്പ് കളക്ഷൻ ഒരുക്കിയേക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്. കണ്ട വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൽച്ചന്തിരിയിൽ നല്ല കിടിലം ഫാബ്രിക്കില് കണ്ട ഫുൾ ഓൾ ഓവർ വർക്ക് കാണിച്ചേ. ഫ്ലീറ്റ് ഉള്ളത് ഇലയും കട്ടിങ് വെറൈറ്റി സാധനങ്ങൾ. അതും ഓണത്തിനുള്ള കളക്ഷൻ. ഓണത്തിന് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ വെറൈറ്റി അല്ലേ? ടോപ്പ് കളക്ഷനിൽ ഉള്ളി വെറൈറ്റി സാധനങ്ങളല്ലേ ഇറക്കുന്നത്. കണ്ട പൊളിക്കൂലേ. ഇതൊക്കെ സിംഗിൾ പീസ്, 2 പീസ്, 3 പീസ് ആണ്. ടോപ്പ് മാത്രമാണ്. കാണിച്ചു കൊടുത്തേ. വെറൈറ്റി കാണിച്ചു കൊടുത്ത് നമ്മുടെ ഓരോരോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഒരു ഹാൻഡ്ലൂം ടച്ചിലാണ് ഇത് വരുന്നത്. അതും 2 പീസിന്റെ ഒരു കളക്ഷൻ. നല്ല കിടക്കാച്ചി സാധനമാണ്. 3 പീസ് ആണ്. 3 പീസ്. ഷോൾ ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ അബുക്ക പോവാണോ? ഞാൻ പോണേ. ബിലാൽ കാണിച്ചു തരും. അതെ ഞാനാ പറഞ്ഞത് ചെറുപ്പക്കാരെ. ഓ അങ്ങനെ. ശരി. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം നമ്മുടെ കളക്ഷൻസ്. അടിപൊളി കളക്ഷൻ. ഇതൊക്കെ നല്ല മൽച്ചന്തേരി നല്ല കിഡിലും 3 പീസ് ഉണ്ടാണോ. ഷോൾ നോക്കിയേ, നല്ല സൂപ്പർ ഷോളാണ്. ഒരു പ്രീമിയം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പ്രീമിയം. അതും 3 പീസ് ആണ്. അതിന്റെ സൈസും എല്ലാ സൈസും ഉണ്ട്. ബിഗ് സൈസ് വരെ അവൈലബിൾ ആണ്. അതിന്റെ 56 സൈസ് വരെ ഉണ്ടാവും. ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ് എല്ലാം വന്നേക്കണം. എടുക്കുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ആയിട്ട് എടുക്കണം. ഇങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് എടുക്കണം. ഇങ്ങനെയല്ല, ഇതിന്റെ ഫുൾ കളർ ഉണ്ടാവും. ഒരു സെറ്റിൽ തന്നെ അതിങ്ങനെ 4 കളേഴ്സ് ഉണ്ടാവും. കണ്ടാ
ഇങ്ങനെ ഫുൾ സെറ്റിലായിരിക്കും എടുക്കേണ്ടത്. മീഡിയം ലാർജ് മീഡിയം എക്സൽ ലാർജ് അങ്ങനെ ഫുൾ സെറ്റിൽ അങ്ങനെ പ്ലസ് സൈസ് വരുമ്പോ സൈസ് വരുമ്പോ 3 to 6 എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കളക്ഷൻസ് ഗംഭീരമുണ്ട്. ഓണം കളക്ഷൻസ് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പൊളിക്കണല്ലേ ടോപ്പ് കളക്ഷൻ അടിച്ചിട്ട് പൊളിക്കണം. അടിപൊളി മെറ്റീരിയൽ നല്ല ഹെവി മെറ്റീരിയൽ തന്നെ നോക്കി ആലിയ കട്ട് സൂപ്പർ ഇതിലൊക്കെ അടിപൊളി ഒരു ദുപ്പട്ടൊക്കെ ഇട്ട് സെറ്റ് ആക്കി കഴിഞ്ഞാൽ 3 പീസ് ആണ്. നോക്കി ബെർലിൻ മെറ്റീരിയൽ 3 പീസ് ആണ്. ബെർലിൻ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കി വെറൈറ്റീസ് ഉണ്ടെന്നപ്പോ വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അബുക്കര കടയിൽ വെറൈറ്റീസ് വേറൊരു പാറ്റേൺ ആണ്. അതും ഫുൾ വീവിംഗിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് സിംഗിൾ പീസ് മീൻസ് പാന്റ് ഇല്ലല്ലോ? ടോപ്പ് മാത്രം. ഒരു ഓണത്തിന് വേണ്ടിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തി. അന്ന് കോഡ് സെറ്റ് വേണ്ട ഒരു കോഡ് സെറ്റ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കണ ഐറ്റം മാർക്കറ്റിൽ തന്നെ കിട്ടില്ല. ആ സൈസ് ആണ് നമ്മൾ കാണിച്ചേക്കണം. 3 പീസ് ആണ്. ഷോൾ നോക്കി ഷോളും കിഡ്കച്ചീസ് ആണ്. അതല്ല ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതൊരു ടോപ്പ് തയ്ക്കണം അത്ര ഉണ്ട്. ഷോള വലിയ ദുപ്പട്ട. അതെ അപ്പൊ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഷോള് ഉപയോഗിക്കാം വേറെ ആവശ്യത്തിന്. ഇതൊക്കെ നല്ല വെട്ടിക്കാനി തന്നെ നല്ല ഫോയിൽ പ്രിന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതില് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈറ്റില് ഇഷ്ടം പോലെ പിന്നെ അതായത് ട്രഡീഷണൽ ആയിട്ട് അത്ര ഇറക്കി വെച്ചാൽ അത് കോറാ കോട്ടൺ മെറ്റീരിയൽ കോറാ കോട്ടൺ ആണ് അതിന്റെ മെറ്റീരിയലിന്റെ പേര് കോറാ കോട്ടൺ എന്നാണ്. ഇതാണ്ട ഫുൾ എംബ്രോയിഡറി കളർ മാറൂലേ ഇപ്പൊ ഇതന്നെ ഇതിൽ കളർ സെറ്റ് വരുമ്പോ ഈ കളർ മാറി. ഈ ഫ്ലവറിന്റെ കളർ ഇങ്ങനെ മാറും. കോറാ കോട്ടിന് തന്നെ നോക്കി നേരത്തെ എടുത്തതിൽ തന്നെ വേറൊരു പാറ്റേൺ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വർക്കും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കണം. അതിന്റെ ഷോളിലും ഇതെല്ലാം സ്കാലപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മാഡം എവിടെ പോയി? മാഡം വന്നിങ്ങടെ ആ വൈറ്റ് ഇട്ട കാരണം ഞാൻ മാഡത്തിനെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചത്. ഇതും ഇവിടുത്തെ സാധനം. പിന്നെ ഇതൊക്കെ ഇതും ഇവിടുത്തെ ഐറ്റം ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഐറ്റം. ഇതിനെ കുറിച്ച് എന്താ പറയാ? ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞു കൊടുത്തത്? അതിനെ കുറിച്ചുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ദുപ്പട്ട, അതേപോലെ തന്നെ ടോപ്പിലും സെയിം ലേസ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാ സൈഡ് ലേസ് വന്നിട്ടുണ്ട്. ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ്. മെയിൻ ആയിട്ട് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അത് ഓണായതുകൊണ്ടേ നമ്മളെ ഈ വൈറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ചത്. നന്നായിട്ടുണ്ട്. എന്തായാലും ഇട്ട ദിവസം കൊള്ളാം. നമ്മള് വീഡിയോ എടുക്കുന്ന ദിവസമായിരുന്നല്ലോ. ഇത് നമ്മളാ ഓണത്തിന്റെ ഒരു എന്താ പറയാ നമ്മള് മാസ്റ്റർ ആയിട്ടാണ് ഓണത്തിന് ഇങ്ങനത്തെ ഈ ഹാൻഡ് വർക്ക് ടൈപ്പ് നല്ലോണം പോണ ഐറ്റംസ്. അത് ഓണം തന്നെയല്ല കേട്ടോ. ഏതൊരു 365 ഡേയ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഐറ്റംസ് പോകും. ഈ ഐറ്റംസിൽ ഫുൾ ഇങ്ങനെ ഹാൻഡ് വർക്കിലാണ്. ചന്തേരിയില് അല്ലേ? മൽച്ചന്തയിൽ വന്നേണ്. ഇതിന്റെ കളേഴ്സ് ആണ്. കളേഴ്സ് എന്നൊക്കെ പറഞ്ഞ അലുവ കളേഴ്സ് ആണ്. വെറുതെ പെറക്കി പെറുക്കി എടുക്കുക അങ്ങനത്തെ കളേഴ്സ് ആണ്. ഈ പാറ്റേൺ നോക്കി ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. പിന്നെ ആപ്ലിക് വർക്കാണ്. റണ്ണിങ് സ്റ്റിച്ചും ആപ്ലിക് വർക്കൊക്കെ വന്നേക്കാണ്ട. അത് നല്ല അടിപൊളി കളേഴ്സ് രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓൺ പ്രോഗ്രാമിംഗ് മീൻസ് ഓൺ പ്രൊഡക്ഷൻ ആണ്. മെറ്റീരിയൽ ചെയ്തിട്ട് നമ്മൾ തന്നെ സ്വയം എങ്ങനെയൊക്കെ വർക്ക് ചെയ്തെടുക്കാം. വൈറ്റില് ക്രീമിൽ ഇഷ്ടമാതിരി പാറ്റേൺ വന്നേക്കണത്. എത്ര വെറൈറ്റീസ് ആണ് ക്രീമിൽ വന്നേക്കണത്. നോക്കി മെറ്റീരിയൽ സൂപ്പർ ആയിട്ട് നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ ഒന്നല്ല, നേരിട്ട് വന്ന് തൊട്ട് ഫീൽ ചെയ്യേണ്ട മെറ്റീരിയൽ. അതിന്റെ കളേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. സൂപ്പർ കളേഴ്സ് ആണ്. എന്ത് അടിപൊളി കളറുകളാ. പച്ചയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. കുറച്ചുകൂടി ഇഷ്ടമായത് അതെ. അപ്പൊ ഇത് മെറ്റീരിയൽ അടിപൊളിയാണ്. നമുക്ക് ഒരു പ്രീമിയം കളക്ഷൻ എന്നുള്ള രീതിയിലാണ് പോൾക്കാഡോട്ട് വന്നിട്ട് കോട്ട് സെറ്റ് കണ്ട കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ്. 4 കളേഴ്സ് ഉണ്ട്. ഈ തന്നെ 3 കളേഴ്സ് കണ്ടോ? 3 കളേഴ്സ്. അതും മീഡിയം ലാർജ് എക്സൽ. ആ കാര്യത്തിൽ ഒരു ഇതില്ല. അത് അങ്ങനെ തന്നെ എടുക്കണം. അതിനൊരു ഇതൊക്കെ ഫുൾ എത്നിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. പക്ഷെ ഇവർക്ക് കൊറിയൻ ടോപ്സ് അതുപോലെ തന്നെ കുട്ടികളുടെ കളക്ഷൻസിൽ അതിലും നമ്പർ 1 അതെല്ലാം റെഡിയാക്കി വെച്ച് നമുക്കെല്ലാം കാണിച്ചു തരാം. എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. ആദ്യം ഇത് കാണൂ, എന്നിട്ട് കാണാനായിട്ട്. ഇതാണ് മൾട്ടി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അത് ദാമിന്റെ പോർഷനിലും ആ ഒരു മൾട്ടി ത്രെഡ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ വൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആ ഒരു കളറിൽ ഡിഫറെന്റ് കോഡ് സെറ്റ് നമ്മൾ നേരത്തെ 3 പീസ് കാണിച്ചിട്ടുണ്ടായി. അതിന്റെ തന്നെ സ്ലിറ്റിലും തന്നെ കോഡ് സെറ്റും
എലയിൽ വന്ന കോട്ട് സെറ്റും ഉണ്ട് കണ്ട. ഓ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പീസാണ് ഇതൊക്കെ. പിന്നെ വേഗം വരാ കളക്ഷൻസ് ഫുള്ളാണ്, പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ ഓണത്തിന്റെ അടുത്ത ദിവസം വന്നിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല, അതിന് മുൻകൂട്ടി എടുക്കണം. കാരണം ഹോൾസെയിൽക്കാർക്ക് ഓണം തുടങ്ങി. അതന്നെ സാധനങ്ങളും ഇറക്കിയിട്ടുണ്ട് ഞങ്ങള്. നല്ല ഡിഫറെന്റ് പാറ്റേൺ. ഞാനിപ്പോ ലാസ്റ്റ് പോർഷൻ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഓ ഇത് നന്നായിട്ട് നല്ല സൂപ്പർ വർക്കിലെ സെറ്റ് ചെയ്തേ. അതെ പോരെ, അടിപൊളി സെറ്റപ്പ്. ഇതിൽ തന്നെ കളേഴ്സ് അതിന്റെ കളേഴ്സ് ഉണ്ട്. വൈറ്റിട്ട് കൂമ്പരായിട്ട് കിടക്കണു. കളക്ഷൻസ് ചോയ്സിന് ഒരു കുറവില്ലാന്ന്. എത്ര പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. പിങ്ക് ബ്ലോസത്തിന്റെ എല്ലായിടത്തും ഉണ്ടാകുന്ന എല്ലാവർക്കും പെണ്ണുങ്ങൾക്കും വേണ്ട അത് തന്നെ. എത്ര കൈവശം കൊടുത്തിട്ടുണ്ടായി. അങ്ങനത്തെ ഐറ്റായി പോയി, അങ്ങനെ ഭയങ്കര ട്രെൻഡായി പോയി. ഭയങ്കര ട്രെൻഡാണ് അത്. കൂടുതൽ പിങ്ക് ആൻഡ് ഗ്രീനിലാണ് കോമ്പിനേഷൻ കൂടുതൽ പോണത്. പക്ഷെ ഇവര് ഇറക്കിക്കണ വേറെ കളർ കോമ്പിനേഷൻ നമ്മൾ ഇറക്കിയേക്കുന്നത് പിങ്ക് ബ്ലോസം. അതാണ് പിങ്ക് ബ്ലോസിനെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് വേറെ കിടിലം പീസ് അല്ല, പിങ്ക് ബ്ലോസ് ഒക്കെ എല്ലാരും കയ്യിൽ കിട്ടും. കിട്ടാത്ത സാധനം ടോപ്പ് കളക്ഷനിൽ വന്നതിനാൽ കിട്ടാത്ത സാധനം കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കാം, വിത്ത് ലൈനിങ് ആണ് ഇവിടെ. വിത്ത് ലൈനിങ് എല്ലാം ചെയ്തേക്കണം എല്ലാതും. അത് പ്രത്യേകിച്ച് കോട്ടൺ ആവുമ്പോ ഒക്കെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല കളറിൽ നല്ല നെക്കുള്ള സംഭവങ്ങള്. ഇത് ഇത് കോറാ കോട്ടൺ ഇതന്നെ കേട്ടോ. കോറാ കോട്ടൺ അതും സ്ലീവിലും ഉണ്ട് കേട്ടോ. വർക്ക് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ അതിന്റെ കളേഴ്സ് ആണ്. കോറാ കോട്ടണിൽ തന്നെ ഫുൾ വെറൈറ്റി ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പിങ്ക് ബ്ലോസത്തിന്റെ തന്നെ ബ്ലാക്ക് ബ്ലോസ്. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതല്ല എനിക്ക് കാണിക്കാൻ ആഗ്രഹം എന്ന് പറയണത് ഈ ഒരു സ്ലീവ്. ഇത് പിന്നെ ആരും ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു സംഭവം. കണ്ടാ ഇതാണ്. ഇതാ ടീനേജുകാർക്കും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ വേണമെങ്കിലല്ല വെസ്റ്റേൺ സ്റ്റൈലിൽ തന്നെ. ഇത് ഡെമ്മിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് ഇങ്ങനെ ആക്കി യൂസ് ചെയ്യാം, ഇങ്ങനെ കവർ ചെയ്ത് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ തന്നാ മതിയായിരുന്നു എനിക്കിടെ. അത് ഇപ്പൊ ഇത് ഇട്ടില്ലേ, ഇത് വെട്ടിക്കാൻ ഇതാണ് വൈറ്റിൽ തന്നെ. വൈറ്റില് ഫുൾ ഇങ്ങനെ പ്രിന്റിൽ വരുന്നത് കോട്ട് സെറ്റ് ആണ്ടാ. സൂപ്പർ കോട്ട് സെറ്റ് ആണ്. അതിന്റെ പാന്റ് ഒക്കെ നോക്കി, നല്ല പോക്കറ്റ് തന്നെ പാന്റും അടിപൊളി. ഇത് നോക്കി നല്ല കിഡിലും 3 പീസ് ആണ്. ഇതിന്റെ കളറാണ് നല്ല ഹൈലൈറ്റ്, സൂപ്പർ കളർ ചാർട്ടാണ്. കണ്ടോ അടിപൊളി മെറ്റീരിയൽ ആണ്, ഹെവി മെറ്റീരിയൽ ആണ്. ഫോയിൽ പ്രിന്റ് ഒക്കെയാണ് വന്നത്. നല്ല കിഡിലും മെറ്റീരിയൽ ആണ്. സൂപ്പർ സൂപ്പർ മെറ്റീരിയൽ. ഇത് ഏതാ മെറ്റീരിയൽ? നല്ല മസ്ലിൻ അല്ലേ? ഫോയിൽ പ്രിന്റ്. മസ്ലിന് ഫോയിൽ പ്രിന്റ്. നമ്മളെ കോട്ടണിൽ നല്ല കിഡിലും ചുരിദാറാണ് ഇതാണ്ടോ കോട്ടണിൽ. ഓണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. വൈറ്റ് അല്ലെങ്കിൽ ബേജ് കളർ ഇതൊന്നും അല്ല. മൽക്കോട്ടനില് ഷോള് വിത്ത് അടിപൊളി കളർ ആട്ടോ. ഈ ഒരു ബ്ലൂവും പിന്നെ ഈ ഒരു മറൂൺ കോമ്പിനേഷൻ. അതിന്റെ കളർ നോക്കി നല്ല കിഡിലും കളറാണ്. നോക്കി സൂപ്പർ കളറാണ് ഇതിന്റെ രണ്ട്. ഏതാ ഭംഗി എന്നുള്ളത് കൊമന്റില് പറയണേ. അതിന്റെ അടുത്ത കളർ കോട്ടണിൽ അത്രയും വെറൈറ്റീസ് ആണ് ചെയ്ത് വെച്ചേക്കണത്. അമ്മ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാം. കുറെ നാൾ കുറച്ച് ഇതിന് ശേഷം പിന്നെ വാട്സപ്പ് ചെയ്താൽ കിട്ടൂല കേട്ടോ പീസ്. കുറച്ച് ദിവസമല്ല, 2 ദിവസം അപ്പുറത്തേക്ക് പോവില്ല. അതിന്റെ അപ്പുറത്തേക്ക് പോകൂല പീസ്. ഇത് 3 പീസ് ആണ്. 3 പീസിന്റെ ഇത് ബെർലിനാണ് മെറ്റീരിയൽ ബെർലിൻ ഫോയിൽ പ്രിന്റ് ആണ് വന്നത്. ഹാൻഡ് വർക്ക് വിത്ത് ഹാൻഡ് വർക്ക് ആണ് വന്നത്. അതാണ് മെയിൻ ആയിട്ട്. കാരണം ഇത് ഇവര് ഓൺ ചെയ്തിട്ടുള്ള വർക്ക് അത് കാണിക്കാണ്ട് പോകണ്ട. ഇത്രയും നല്ല സൂപ്പർ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. യോക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വരുന്നത് മൽച്ചന്തേരിയിൽ ഫുൾ ഹാൻഡ് വർക്ക്. മൽച്ചന്തേരി കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രയും നല്ല എന്താ പറയാ, ഡിമാൻഡ് നല്ല പ്രീമിയം ആയിട്ട് കിടക്കും. നല്ല ഇട്ടതിനെ കണ്ട സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും ഇട്ടതിനാല്. അടിപൊളിയാണ്. കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ, നോക്കി കളർ കണ്ടോ നല്ല കിഡിലും കളേഴ്സ്. അത് സ്ലിറ്റ് ഇത് ലൈൻ. അങ്ങനെ രണ്ട് മോഡലായിട്ടാണ് ചെയ്തേക്കണം. അതിന്റെ തന്നെ കളേഴ്സ് ഉണ്ട്. എലയിൽ നോക്കി കളർ നോക്കി നല്ല കിഡിലും കളർ. ഇതൊക്കെ ഓണത്തിനിടാട്ടാ. പിന്നെ ഇതൊക്കെ ഓണത്തിനിടാ. ഓണം കഴിഞ്ഞിട്ട് പിന്നെയും കല്യാണത്തിനിടാം. പിന്നെ ഇത് മസ്ലിൻ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, സെയിം മെറ്റീരിയൽ ആണ്. ബിഗ് സൈസ് ആണ്, പ്ലസ് സൈസ് ആണ്. എല്ലാ സൈസിലും നമുക്ക് ടോപ്പും ചുരിദാറും കോട്ട് സെറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇനിയും കിടക്കുന്നുണ്ട് 3 ഫ്ലോറിൽ. നമ്മൾ ഒരു ഫ്ലോർ ആയിട്ട് ഇത് നമ്മളെ മെയിൻ ഇത് പ്രൊഡക്ഷൻ ആണ്. നമ്മളെ പ്രൊഡക്ഷൻ ചെയ്യണ ആളാണ്. ഇതാണ്ടാ നമ്മുടെ ഇതെല്ലാം പ്രൊഡക്ഷൻ ചെയ്യണ നമ്മളെ
അബൂക്കാന്റെ ഭാര്യ നമ്മുടെ താത്ത അങ്ങനെയല്ല നിങ്ങൾ എന്തിനാ വിളിക്കുക? ഞാൻ വിളിക്കുന്നത് തച്ചു താത്ത എന്നാണ്. ചെച്ചു താത്ത. ശരിക്കുള്ള പേരെന്താ? തസ്നി. എന്ത് താത്ത? ഞാൻ തച്ചു താത്ത എന്നാ വിളിക്കുന്നത്. നിങ്ങൾ അതൊന്നും വിളിക്കണ്ട ചേച്ചിന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ താത്താന്ന് വിളിച്ചാൽ മതി. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ഗംഭീരമായിട്ട് നടക്കുന്നില്ലേ? അതെ, അടിപൊളിയായിട്ട് ഭയങ്കര ഡിമാൻഡാണ് എല്ലാത്തിനും. ഇപ്പൊ എല്ലാ ഓണം ടൈം ആണല്ലോ, ഭയങ്കര എൻക്വയറീസ്. പടാന്ന് പറഞ്ഞ് തീരുന്നുണ്ട്. എല്ലാം പടാപ്പട്. നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് തന്നെയാണ്, പുതിയ ഐറ്റംസ്. അങ്ങനെ ഓണത്തിന് ഗംഭീര അവിടെ തകർപ്പനായിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ പ്ലസ് സൈസ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ പ്ലസ് സൈസ് കാണിക്കുന്നത്. അത് എടുത്ത് പറയാൻ കാരണം അത്രയും കസ്റ്റമർ എൻക്വയറി ഉണ്ട് പ്ലസ് സൈസിന്. അതാണ് എടുത്ത് പറയാൻ കിട്ടാനില്ല ടോട്ടലി. അതും ചുരിദാറാണ് കാണിക്കുന്നത്. ചുരിദാർ അത് 3 പീസ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ നോക്കി ലെങ്ത് തന്നെ ദുപ്പട്ടന്റെ ഒക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ നോക്കി. അത് എന്താ പറയാ, സാധാരണ പ്ലസ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കുർത്തിയിലോ അതല്ല, 3 പീസ് ആണ് എടുത്ത് പറയണത്. അതാണ് ടോപ്പ് കളക്ഷന്റെ പ്രത്യേകത. അതാണ് എടുത്ത് കാണിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും പ്രത്യേകത. ഞാൻ എപ്പോഴും ഞാൻ ഇൻട്രോ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ, മാർക്കറ്റിൽ, എറണാകുളം മാർക്കറ്റിൽ ഞാൻ എന്നും വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്താലും എടുത്തില്ലെങ്കിലും സ്ഥിരം കയറുന്ന ഒരു സത്യല്ലേ. ഇവിടെ വന്നിട്ട് ഇവരെ കാണാനല്ല വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻസ് ആണ്, പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തരൂല, ഇവര് ഒരു പീസിനായിട്ട് തരില്ലല്ലോ. അതാണ് സിംഗിൾ പീസ് ഇല്ല ഇവിടെ, ഹോൾസെയിൽ മാത്രമേ. ഹോൾസെയിൽ ആകുമ്പോ എങ്ങനെയാ എടുക്കണേ? ഡയലോഗ് വിട്. 4 പീസായിട്ട് എടുക്കേണ്ടി. ഒറ്റ കളറിൽ സൈസ് ബേസ് ആയിട്ട് അങ്ങനെ എടുക്കണം. അത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു കെട്ട് ഒന്ന് കാണിച്ച്. ഇതിപ്പോ ഈ കെട്ട് എന്ന് പറയുമ്പോ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സെറ്റ് തന്നെ എടുക്കണം. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന്റെ റീസൺ ആയിട്ട് ഓണത്തിന് പുതിയ ആൾക്കാര് ബിസിനസ് ആയിട്ട് സ്റ്റാർട്ടപ്പ് ഉണ്ടാവും. അവർക്ക് അറിയില്ല, അമ്മ പറഞ്ഞു കൊടുക്കുമ്പോ ചിലവർക്ക് അവര് പറയും എന്താണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റഫായ രീതിയിലൊക്കെ സംസാരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും. ഫസ്റ്റ് ഒരു കടയിൽ കയറുമ്പോ എന്ത് ചെയ്യണം, നിങ്ങൾ ധൈര്യമായിട്ട് ഫുൾ സപ്പോർട്ട്. എന്താണെങ്കിലും നിങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്ലാൻ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇനി വെച്ചേക്കണ്ട. നേരെ ടോപ്പ് കളക്ഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അബൂക്കാന്റെ കട ചോദിച്ചാൽ മതി, അങ്ങോട്ട് വന്നു. അതെ, ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫേമസ് ആണ്, അത്രേ ഉള്ളൂ. ഇത് വേട്ടിക്കാനില് കേട്ടോ. വേട്ടിക്കാനില് നല്ല കോളർ നെക്കിലാണ് ചെയ്തേക്കണം. അതിന്റെ ദുപ്പട്ടാണ് 3 പീസ് നല്ല സൂപ്പർ ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ഇത് അടുത്ത ചുരിദാറാണ്. ചുരിദാർ സെറ്റ് അതിലും 2 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേട്ടിക്കാനി തന്നെ. സ്മോൾ സൈസ് ഒക്കെ അത് അതും ചോദിക്കണ്ട്. പ്ലസ് സൈസ് ചോദിച്ചപോലെ തന്നെ എസ് മുതൽ ചോദിക്കുന്നുണ്ട്. സാധാരണ സ്മോൾ സൈസ് എല്ലായിടത്തും കിട്ടാറില്ല, അതുപോലെ പ്ലസ് സൈസും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. കാരണം മുതലും ചോദിക്കും. നോർമലി ഈ ലാർജ് എക്സൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ സ്മോളും പ്ലസ് സൈസിനാണ് ഡിമാൻഡ് കൂടുതൽ. എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അതിന്റെ കളറാണ് ഈ കാണിക്കുന്നത്. അതിനൊക്കെ ദുപ്പട്ടൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ദുപ്പട്ടയുണ്ട്. ഇതൊക്കെ ഇവരെ ഒരു ഫ്ലോർ മൊത്തം തന്നെയാണ് ഇവരുടെ പ്രൊഡക്ഷൻ മാത്രം കണ്ട് കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എന്തോരം സെലക്ഷൻ ഉണ്ട്. നമ്മ വെറുതെ ആയിട്ട് അലക്കണ പോലെ അല്ല, സാധനം അത്ര ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഇപ്പൊ ഞാൻ വന്ന ദിവസത്തെ കാര്യം മാത്രമാണ്, നാളേക്ക് എന്താന്നൊന്നും പറയാൻ പറ്റില്ല. ഇതും പ്ലസ് സൈസ് ആണ് കേട്ടോ. ഇതും ബിഗ് സൈസ് ആണ്. ബിഗ് സൈസിൽ കളേഴ്സ് നോക്കി, നല്ല സൂപ്പർ കളർ ദുപ്പട്ടയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. ടോപ്പിനേക്കാളും നല്ല വലുപ്പത്തിലും ഉണ്ട്. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ്. ഇതൊക്കെ നോക്കി നല്ല സ്റ്റാൻഡേർഡ് യെല്ലോ. ഇതൊക്കെ നല്ല പ്ലസ് സൈസിൽ തന്നെ നല്ല മതി. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അതായത് ആ തുണിയുണ്ട്, അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് പ്ലസ് സൈസ് തയ്ക്കുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. ഇതൊക്കെ നല്ല കോട്ടണിൽ അത്രയും വെറൈറ്റീസ് ആണ് ചെയ്തേക്കണത് ഈ പ്രാവശ്യം. ഇതാണ്ടാ സെയിം പ്രിന്റിൽ തന്നെ പാന്റ് ആണ് വന്നേക്കണത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനൊന്ന് മാറ്റി കൊടുത്തേ. ഇനി നമുക്ക് ഇതിന്റെ കളർ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളെ മോഡൽ. ഈ ടോപ്പിന്റെ മോഡൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഈ കോട്ട് സെറ്റ് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിലത്തെ പ്രിന്റ് ആണ് ഈ പ്രിന്റ് ആണ് മധുബനി പ്രിന്റ് എന്ന് പറയുന്നത്. ഈ പ്രിന്റ് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. നോക്കി ഈ കളർ വേണോ? അതിന്റെ ബാക്കിലും ഉണ്ട് കേട്ടോ സെയിം പ്രിന്റ്. ഫ്രണ്ടും ബാക്കും സെയിം പ്രിന്റ് ആണ്. അപ്പൊ ഈ പ്രിന്റ് വാഷ് ചെയ്ത കംപ്ലൈന്റ് ഇല്ല. ഫുൾ ഗ്യാരണ്ടി ഫുൾ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ബാക്കും ഫ്രണ്ടും ഒക്കെ സെയിം ആ ഒരു വർക്കൗട്ട് കൂടിയിട്ടാട്ടോ. സെയിം കളർ നോക്കിയേ. ഞാൻ ഇട്ട സെയിം ആണ്. സ്ലീവ് അറ്റാച്ച് ആണ്. സ്ലീവ് അറ്റാച്ച് ആണ്. ഞാൻ ഇട്ടില്ല. സ്ലീവ് അറ്റാച്ച് ഉണ്ട്. സ്ലീവ് അറ്റാച്ചും ഉണ്ട്, പിന്നെ പോക്കറ്റും ഉണ്ട് കേട്ടോ. വിത്ത് പോക്കറ്റ് ആണ്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഞാൻ ഒരു മിഠായി എടുത്ത് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ.
അത് ഈ മിഠായി നിങ്ങൾക്ക് വന്നാ തരൂട്ടോ എന്തൊക്കെ വേണം കസ്റ്റമർ എല്ലാം റെഡിയാണ് കൊടുക്കാനായിട്ട്. രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം കഴിയുമ്പോൾ സെറ്റ് ആണ്. ഒന്നും പുറത്തേക്ക് ഇവിടുന്ന് കാല് കുത്തണ്ട, മൂത്രം ഒഴിക്കാൻ വരെ. അല്ല പിന്നെ ഇത് ജോർജറ്റിൽ ഇതാ പറഞ്ഞില്ല മാസ്റ്റർ ഐറ്റം ഓണത്തിന് മെയിൻ ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണ്. പക്ഷെ ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ, വെൽവെറ്റ് ആണ് ഇതിനെ കൊടുത്തേക്കുന്നത്. ഇതില് വെൽവെറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. വെൽവെറ്റ് ആണ്. ഓക്കെ വെൽവെറ്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി നമുക്ക് മേലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഇനി കാണിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനി ഇത്ര വീഡിയോയിൽ ആകായിക്കാൻ നിങ്ങൾക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ട്. അല്ല ഇതിപ്പോ ഓൾറെഡി നമുക്ക് അത്യാവശ്യം അരമണിക്കൂറിന്റെ അടുത്തായി. പിന്നെ ഇതൊന്ന് കാണിച്ചിട്ട് പോക്കോ, നമ്മുടെ കൊറിയൻ ടോപ്സ് അതുപോലെ വെസ്റ്റേണിന്റെ കളക്ഷൻസും ഒരുപാട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതെ, ഇതിന്റെ സെക്ഷൻ മുകളിലാണ് കാണാനായിട്ട് കാണാൻ കിടക്കുന്നില്ല. പിന്നെ ഒരു ഹാൻഡ് വർക്കിനെ കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കല്ല മുകളിലേക്ക് പോവാം. ഇതൊരു ഹാൻഡ് വർക്കിൽ വരുന്ന ജോർജറ്റിൽ വരുന്ന നല്ല ഹെവി നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. ഇത് ഇഷ്ടമായി കളർ. നല്ല അലുവ കളേഴ്സ് ആണ്. ഇത് നോക്കിയേ, ടോപ്പ് മാത്രം. ഇത് പിടിച്ചേടാ, ഇത് നല്ല നല്ല കളേഴ്സ് ആണ്. അത് വർക്കും നന്നായിട്ടുണ്ട്. നല്ല കിട്ടില്ല ഫോയിൽ പ്രിന്റ് ആണ്. അതെ, വിചിത്രയില് ആര്യ കട്ട് മോഡലാണ് ചെയ്തേക്കുന്നത്. കണ്ടാ ഇനി ബാക്കിയുള്ളത് അവർക്ക് വേണ്ടി വെച്ചോ, അവര് വന്ന് കാണട്ടെ. അല്ല അവര് വന്ന് കാണട്ടെ. ഇത് നമ്മളൊരു മാസ്റ്റർ ഐറ്റം ആണ്. ചെമ്പരത്തിയിൽ വന്ന നല്ല കിഡിലം പീസാണ്. എപ്പോ വന്നാലും സ്പോട്ടിൽ തീരണ ഐറ്റം. ഈ ചെമ്പരത്തി ഇവിടെ ടോപ്പ് കളക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെമ്പരത്തി പ്രിന്റ് ആണല്ലോ, ഇതിന്റെ കളേഴ്സ് കണ്ടോട്ടെ. ജസ്റ്റ് നോക്കി 4 കളേഴ്സാണ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇപ്പൊ എടുത്തു പറയാനാണ്, വന്ന സ്പോട്ടിൽ തീരണ ഐറ്റമാണ്. വീഡിയോ നമ്മൾ ചേച്ചി എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് കാണിക്കുന്ന ഡിമാൻഡ് കൂടുതലുള്ള ഒരു ഐറ്റമാണ്. 1 മണിക്കൂർ ഒരു കൂടി വന്നാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ഇല്ല, പൂല്ല. അപ്പോഴേക്ക് കസ്റ്റമർ വന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോക്ക് വേണ്ടിട്ട് കസ്റ്റമറിനെ നമ്മൾ ഒന്ന് തടഞ്ഞു കാണിക്കേണ്ടതാണ്. ഇനി അടുത്ത അവരൊക്കെ മുകളിലേക്ക് ഞങ്ങൾ കയറ്റി വിട്ടു. ഇനി അവര് മുകളിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ ഓക്കെ. ഇനി നമ്മളാ ഫസ്റ്റ് ഫ്ലോറിലെ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 3 പീസ് താഴ്ത്തുണ്ടായിരുന്നു. 3 പീസ് ഇത് അത് നമ്മുടെ പ്രൊഡക്ഷൻ ഐറ്റം. ഇത് നമ്മളാ രണ്ടും കിട്ടും. ഇല്ലാത്ത ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒരു ഏരിയ കാണിച്ചു തരാം, ഒന്ന് തിരിച്ചോ. ഈ ഒരു ഏരിയ നമ്മുടെ കുർത്തീസ് പ്രീമിയം കളക്ഷൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ആണോ? ആ വേണ്ട, ഓക്കെ. അതുപോലെ അപ്പുറത്തെ ഒരു ഏരിയ കൊറിയൻ ടോപ്പിന്റെ കളക്ഷൻ. ഇവിടെ എന്താ നീന്ന് മാറിയാ ഇക്ക പറയട്ടെ. ഇക്ക ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇവിടെ നോക്ക് കളക്ഷൻസ്. വെറൈറ്റി ഐറ്റംസ് ഓണത്തിന്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റിയ 3 പീസ് കോട്ട് സെറ്റ്, അങ്ങനെ പല പല ഐറ്റംസുകൾ. അപ്പൊ ഈ ഇരിക്കുന്ന ബണ്ടലും മൊത്തം പുതിയ ഐറ്റംസ് ആണ്. ഓണത്തിന്റെ സാധനങ്ങളാണ്, വെറൈറ്റി ഐറ്റംസ് ആണ്. ബഡ്ജറ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ഐറ്റംസ് ആണ് ഈ പ്രാവശ്യം. ഞാനേ അപ്പുറത്തെ സ്ഥലം കാണിക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഇങ്ങോട്ട് കടത്താന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഫുള്ള് സാധനങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇവിടുത്തെ കളക്ഷൻ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാ. എന്തായാലും നിങ്ങൾക്കുള്ളതാ പുതിയ ലോഡ് സാധനങ്ങൾ. ഓ ഞാൻ ഹെൽപ്പ് ചെയ്യണ ആളുടെ ഓർമ്മ കാണിച്ചോ. പിന്നെ നമുക്ക് എന്നാ കുറച്ച് കളക്ഷൻസ് അവിടെ ഒന്ന് കാണാം കേട്ടോ. അപ്പൊ എന്തായാലും നീ എന്തെങ്കിലും ഈ അളവ് നോക്കാണോ അവിടുത്തെ ഐറ്റംസ്? ഞാൻ തന്നെ കണ്ണുകളിലേക്കാണ് ഇത്ര ഐറ്റംസുകളാണല്ലോ വന്നേക്കുന്നത്. എന്തായാലും നീ ഇപ്രാവശ്യം ഇവിടെ പിടിക്കാൻ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ. നീ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചേ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇനി ബാക്കി മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് അപ്പുറത്തെ എന്തായാലും ഇപ്പൊ തൽക്കാലം കടക്കാൻ പറ്റില്ല. അവിടെ ആണെങ്കിൽ വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് ആണ് അല്ലേ? അവിടെ വെസ്റ്റേൺ ആണ്. ഇവിടെ നമുക്ക് വന്നിട്ട് നോർമൽ 3 പീസ് തുടങ്ങിയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ടോപ്സ് വരെ പാർട്ടി വെയർ എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എവിടുന്നാ നമുക്ക് അവിടെ ചേച്ചി ഇങ്ങോട്ട് വാ, കൊണ്ട് താ ഞങ്ങൾക്ക് ഓരോന്നോരോന്ന്. ആ പറയൂ, നീ അപ്പുറത്ത് നിന്നേ. എവിടെ മതിയോ? ആ ഇതൊക്കെ പിടിച്ചോ കളക്ഷൻസ് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെയാണ് കേട്ടോ വരിക പാറ്റേൺ. അതുപോലെ നല്ല ഒരു അടിപൊളി സ്ലീവില്, പാകിസ്ഥാനി സ്ലീവിലൊക്കെ നല്ല അടിപൊളി ത്രെഡോട് കൂടിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നല്ല കാഷ്വൽ ആയിട്ടും നല്ല അടിപൊളിയായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത് നല്ല ഹെവി ദുപ്പട്ട. ഹെവി ദുപ്പട്ട എന്ന് പറഞ്ഞത് മെറ്റീരിയൽ വൈസ് ഹെവിയാന്ന് പറഞ്ഞ, വർക്ക് വൈസ് അല്ലാട്ടോ ഹെവി പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന ഇത് അടുത്ത കളക്ഷൻ. അടുത്ത കോട്ടൺ തന്നെയാണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. കോട്ടണിൽ തന്നെയാണ് വരുന്നത്. 3 പീസ് തന്നെയാണ്. അതിന്റെ 2 ഡിഫറെന്റ് കളേഴ്സ്. നല്ല സോഫ്റ്റ് കളർ. അതിൽ 2 കളേഴ്സ് ആണ് വരുന്നത്. ഈ 2 കളേഴ്സ് നോക്കിയേ, അതാണ് കളേഴ്സ്. ഇത് വരുന്നത് നല്ല ടിഷ്യൂ സിൽക്ക് ആണ് വരുന്നത്. ടിഷ്യൂല് അല്ലേ? ഫുൾ എംബ്രോയിഡറി വെൽവെറ്റ് ഓർഗൻസ ആ ഒരു ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ല സ്കാലപ്പോട് കൂടിയിട്ടുള്ള
ദുപ്പട്ടയിലാണ് മെയിൻ ഹെവി വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ കോട്ടണില് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെമി ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതും ദുപ്പട്ട തന്നെ കേട്ടോ. ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ വർക്കും കാര്യങ്ങളും വരുന്നത് കേട്ടോ. അപ്പൊ സംഭവം കിടക്കാച്ചി മുകളിലായാലും അടിയിലായാലും എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന ഡെയിലി വേജസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. പക്ഷെ നല്ല കിഡിലൻ പീസാണ്. പക്ഷേ ഈ ഡെയിലി വെയർ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ റേറ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഷോളൊക്കെ നോക്കിക്കോ, അത്രയും നല്ല അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. കണ്ടില്ലേ ഷോള്. നോർമൽ കുർത്തീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ വരുന്ന കുർത്തീസ് അതാണ്ടാ. ഇതിലും വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ സെൽഫ് ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവില് വർക്ക്, ഒരു ത്രെഡ് വർക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇനി നമ്മുടെ ബിലാലേ ബാബാകം അടുത്തത് ബാബാ വേണമെന്ന് പറയും. അതെ, കുറച്ച് കളക്ഷൻ. അതെ, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമുക്ക്. നോർമൽ കുർത്തീസിലൊക്കെയാണ് വരുന്നത്. ഇത് വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ്. 3 പീസിന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. 3 പീസും നോർമൽ കുർത്തീസും എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നോർമൽ കുർത്തീസ്, സാധാ കുർത്തീസ് മാത്രത്തിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നോർമൽ കുർത്തീസിൽ തന്നെയാണ് വരുന്നത്. ഇതൊരു ബനാറസി സിൽക്കിൽ വരുന്ന ടൈപ്പാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക്. ഇത് 3 പീസ് തന്നെയാണ് വരുന്നത്. ഇത് കുർത്തി മാത്രമാണ്. കുർത്തി മാത്രമാണ്. ഇതൊക്കെ ത്രെഡ് വർക്കിൽ വരുന്ന ടൈപ്പിൽ കുർത്തീസ് ആണ്. ത്രെഡ് വർക്കില് കുർത്തി മാത്രം. അതെ, കുർത്തി. അപ്പൊ അടിയിലുള്ളത് പ്രൊഡക്ഷൻ ഐറ്റംസ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിലത്തെ ഐറ്റംസും കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതും യോക്കിൽ വർക്ക്. ഇതൊക്കെ ഓണത്തിന് ഇടാം. ഓണത്തിന് അടിപൊളിയായ സാധനങ്ങൾ താഴ്ത്തുണ്ട് മുകളിലും. അപ്പൊ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസുകളാണോ ചൂസ് ചെയ്യേണ്ട ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഏരിയയിലും വന്ന് കവർ ചെയ്ത് പോവാട്ടോ. പിന്നെ സ്റ്റാഫ്മാര് എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കും. എല്ലാ കാര്യങ്ങളും കാണിച്ചു. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് വേണ്ടിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തന്നില്ലേ. അതേപോലെ തന്നെയാണ് 3 പീസ്. ഇതൊക്കെ നമ്മുടെ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഇതാട്ടോ നമ്മളുടെ പാർട്ടി വെയറിന്റെ 3 പീസിൽ വരുന്ന ഐറ്റം ആണ് ഒരെണ്ണം. ഓ, സൂപ്പർ ഫ്ലീറ്റിന്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടോ? സൂപ്പർ ഐറ്റം. അപ്പൊ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് അല്ലേ? ചേച്ചിമാരെ ആവേശത്തോടെ കൂടിയിട്ടാ നിൽക്കണേ. നിങ്ങളൊക്കെ ഓണത്തിന് സെറ്റ് അല്ലേ മക്കളെ? സെറ്റാണ്. ഒരു കൈ കൊടുത്തേ. സെറ്റല്ലേ? എവിടെ എല്ലാരും ഇങ്ങനെ പിന്നിലും മുന്നിലായിട്ട് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണത്. ഇത് നോക്കി നല്ലൊരു പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഇതിന്. പിന്നെ ഈ യോക്ക് കൂടാണ്ട് ഈ ഒരു സ്ലീവ് പൊഷനിലും വർക്ക് വരുന്നുണ്ട്. അതിന്റെ തന്നെയാണ് ത്രെഡ് വർക്കോട് കൂടിയിട്ട് സീക്വൻസിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഓർഗൻസ ഷോൾ ആണ് വരുന്നത്. എനിക്ക് ദുപ്പട്ട ഇഷ്ടമായി. ദുപ്പട്ട നല്ല ഓർഗൻസ ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നത്. അതിലാണ് നമ്മുടെ ഈ ഒരു സ്കാലപ്പിന്റെ വർക്ക് വരുന്നത് കേട്ടോ. പിന്നെ ബിലാലേ വാ, ഇത് വലിയ സംഭവമായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സംഭവം എന്താന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. കൊറേ അയ്യോ, ഇതിന് ഒരു സീസൺ വേണ്ട. ഇതിന് സീസൺ ഒന്നും വേണ്ട. നോക്കി, ഇത് എക്സസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. സ്മോള് ചോദിച്ചില്ലേ? സ്മോൾ അല്ല, എക്സ്ട്രാ സ്മോൾ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. മനസ്സിലായോ? അതാണ് ടോപ്പ് കളക്ഷൻ. ഇതൊക്കെ പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടൺ ഇങ്ങനെ തൊട്ടാലേ മാത്രം അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം അതിന്റെ മെറ്റീരിയൽ. അപ്പൊ ഇത് എടുക്കുമ്പോഴോ എങ്ങനെയാ എടുക്കേണ്ടത്? ഇത് സൈസ് തന്നെ, അതിങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ വരും. കണ്ടത് നോക്കി, അവിടെ ഇങ്ങനെ ഫുൾ സെറ്റ് ആണ്. ഫുൾ സൈസ് വരും. ഇതും കെട്ടായിട്ട് തന്നെ നമ്മൾ ചേച്ചിന്റെ ഇത് പറഞ്ഞിട്ട് സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇത് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയണതിന്റെ റീസൺ എന്ന് വെച്ചാൽ പുതിയ സ്റ്റാർട്ടപ്പുകാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇവിടെ അബുക്കാരെ കട അറിയാത്തവര് ആരുമില്ല. ഇത് നോക്കി, ഇത് ഇപ്പോഴും പുതിയൊരു പാറ്റേൺ കണ്ട. സ്ലീവ്ലെസ്സില് ചിക്കൻ കാരിയില് ഇതാണ്ട പലാസോ സെറ്റ് ആണ്. ഇതാണ്ട പലാസോ നോക്കി, ഡിഫറെന്റ് പാന്റ് ആണ്. താഴെ ഇറങ്ങി അതിന്റെ ആ ചിക്കൻ കാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കളേഴ്സ് ഉണ്ട്, നല്ല സൂപ്പർ കളേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. കളർ കാണിച്ചത് അതിന്റെ കളേഴ്സ് ആണ് ഈ കാണിക്കണ. ഇങ്ങനെ വരും പീസ്. ഓക്കെ, കളർ നോക്കി, ഐക്കി പീസ് ഐക്കി. ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പീസ് ആണ്. കോട്ടൺ എന്നൊക്കെ, കോട്ടണിൽ 2 പീസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ട, ഇതാണ് അതിന്റെ പീസ്. ഓക്കെ, അതിന്റെ എല്ലാത്തിനും സൈസ് ഉണ്ട് കേട്ടോ. M2+ സൈസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കണ്ടോ, അലുവ പീസാണ്. റയോണി തന്നെ പ്രിന്റ് നോക്കി, അതിന്റെ കണ്ടോ നല്ല കിഡിലും പ്രിന്റ് ആണ്.
പ്രിന്റ് തന്നെയല്ല കേട്ടോ, പ്രിന്റ് തന്നെയല്ല, മെറ്റീരിയലും സൂപ്പറാണ്. ഹെവി മെറ്റീരിയൽ നേരത്തെ നമ്മൾ തുറന്ന് കാണിക്കാൻ പറ്റാത്ത പീസാണ്. അതിന്റെ കളർ മാത്രം ചേച്ചിമാരെ പിടിച്ച് കാണിച്ചോ, ചേച്ചിമാർക്ക് നാണോ സെറ്റാന്ന്. ഇതൊക്കെ ഷോർട്ട് ടോപ്പിൽ അത്രയും വെറൈറ്റീസ് ആണ് നമ്മൾ ഇറക്കിയേക്കണത്. കാരണം അത്ര എൻക്വയറി നമ്മൾ ഷോർട്ട് ടോപ്പിൽ നമുക്ക് കസ്റ്റമറിനെ ചോദിക്കാൻ അങ്ങനെയാണ് ചോദിക്കുന്നത്. കണ്ടോ ഇതൊക്കെ നോക്കി, ഇതൊക്കെ വന്നത് എക്സസ് മുതൽ സ്റ്റാർട്ടിങ് ആണ്. അത് ഇങ്ങനെ കെട്ടായിട്ട് തന്നെ സെറ്റ്. ഇത് നമ്മളെ മാസ് റൈറ്റ് ആണ് ചിക്കൻ കാരിയില് റിംഗിൾ റയോണിലാണ് ചിക്കൻ കാരി വന്നത്. പിന്നെ XL, XXL, 3XL, 4XL വരെ സൈസ് അവൈലബിൾ ആണ്. അതും കെട്ടായിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൗണ്ടർ ഒന്ന് നോക്കിയാൽ, ഈ ഒരു കൗണ്ടർ ഈ ഏരിയ എന്ന് പറയുന്നതല്ലേ നമുക്കൊരു ബഡ്ജറ്റ് ഐറ്റം പീസ് കാണിച്ചു തരാം. ബഡ്ജറ്റ് ഐറ്റം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ്. ഇതൊക്കെ നമ്മളൊരു സ്റ്റാൻഡേർഡ് എന്താ പറയാ റെഗുലർ ഐറ്റം ആണ്. ഇതിന് മാത്രം കസ്റ്റമർ ഉണ്ട്, ഇത് ചോദിച്ചു കസ്റ്റമർ ഉണ്ട്. ഇതാ സ്ലീവ്ലെസ് ആണ്. ഇത് മാത്രം ഒരു ജീൻസ് ഇടാ സെറ്റ് ആണ്. അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ലൈറ്റ് ആണെന്നുള്ളൂ. പക്ഷെ തുണിയും അതിന്റെ ക്വാളിറ്റിയും ഹെവി ആണ് കേട്ടോ. ഹെവി ഇത് നോക്കിയേ, ഇതൊരു നല്ലൊരു പ്രീമിയം ചുരിദാറാണ്. ദാബു കോട്ടൺ ആണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത്. ചുരിദാറാണ്. നല്ലത് വലിയ ഹെവി ഷോളാണ്. കണ്ടോ നല്ല സൂപ്പർ ഷോളാണ്. നല്ല നല്ല പ്രിന്റുകളാണ് വരുന്നത്. കളേഴ്സ് കാണിച്ചു തരാം. നോക്കിയേ, ഇത്രയും കളേഴ്സ് അതിന്റെ അവൈലബിൾ ആണ്. നല്ല നല്ല ഡിഫറെന്റ് ഷെയ്ഡാണ് ഇപ്രാവശ്യം നമുക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഇത് നോക്കി, ഇതൊക്കെ ദാബു കോട്ടൺ നല്ല സ്റ്റാൻഡേർഡ് പീസ് ആണ്. നോക്കി അതിന്റെ പ്രിന്റ് നോക്കി, ബാക്കും ഫ്രണ്ടും അതിന് നല്ല അടിപൊളി പ്രിന്റ് ആണ്. കണ്ടോ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ നല്ല സൂപ്പർ പ്രിന്റ് ആണ്. അതിന് 2 കളർ ചാർട്ടാണ് അല്ലേ ഓഫി? 2 കളർ ചാർട്ടാണ് അതിന്റെ. കണ്ടോ ഇതൊക്കെ നോക്കി. പിന്നെ നല്ല മിററിൽ വരുന്ന വർക്ക് അല്ലേ? ഒരു മിനിറ്റ്, കസ്റ്റമർ അല്ലേ? കുട്ടിയായിട്ടാണ് പർച്ചേസിംഗിന് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഫാസ്റ്റ് മൂവിങ് എല്ലാം കിട്ടുന്ന പ്രോഡക്ട്സ്. ഒന്നും പറയാനില്ല. എവിടുന്ന വരണേ നിങ്ങള്? ട്രിവാൻഡ്രത്ത്. നിങ്ങൾ കുറെ നാളെ ഇവിടുന്ന് മേടിക്കാൻ അല്ല, കുറച്ചായതേ ഉള്ളൂ, 2-3 months ആയതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടുന്ന് മേടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ വെച്ച സാധനം അപ്പൊ തന്നെ ഇങ്ങനെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ മോന്റെ പേര്? ഹലോ പറഞ്ഞേടാ, ഹാപ്പി ആണെന്നെങ്കിലും പറയേ. ഓക്കെ, എന്താ പേരെന്താ? ജിനു. ഓക്കെ, വേറെ കൂടെ ആരെങ്കിലും? ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ സിസ്റ്റർ ഉണ്ട്, എല്ലാവരുമായിട്ടാണ് വന്നത്. എല്ലാവരുമായിട്ടാണ് പർച്ചേസിംഗ് വരാന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതല്ലേ, ഒരു ട്രിപ്പ് പോകണം. അതെ, ഫേസിൽ എന്തൊരു സന്തോഷം. എവിടെ നമ്മുടെ ബില്ലാല് പോയാ പീസ് എടുക്കാൻ വേണ്ടി പോയതാണ്. തക്കം കിട്ടുമ്പോ അപ്പൊ തന്നെ നല്ല പീസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ ഓടും. ഇതാണ്ടോ ഇതൊക്കെ നോക്കി, ഇതൊക്കെ നല്ല അടിപൊളി. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ഉണ്ടാവും. നിങ്ങൾ വന്ന അതിന്റെ കളർ ചാർട്ട് നോക്കിയതാണ്. ഇത് ഇങ്ങനെ കെട്ടായിട്ട് തന്നെയാണ്. ഇത് സൈസ് എന്ന് പറയുമ്പോ ഒരു സെറ്റില് ഒരു സൈസ് ആണ്. പിന്നെ നേരിട്ട് വരുമ്പോ എത്ര മണിക്ക് വരണം? അതുപോലെ തന്നെ എത്ര മണിക്കാ കട പൂട്ടാ? നമ്മ 9 മണി കട തുറക്കും. സീസൺ ആയി കഴിഞ്ഞാൽ കട പൂട്ടുന്നതിന് നമുക്ക് അതിന്റെ ടൈം ഒന്നുമില്ല. സീസൺ അല്ലെങ്കിൽ ഒരു 7 മണി 8 മണി ആകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ അതുപോലെ സൺഡേ ഓപ്പൺ ആണ്. സൺഡേ ഓപ്പൺ ആണ്. സീസണിൽ ഫുൾ സൺഡേ ഓപ്പൺ ആയിരിക്കും. ഓണം വരെ ഇനി ഫുൾ ഓപ്പൺ ആയിരിക്കും. നല്ല പ്രീമിയം കോഡ് സെറ്റ് ആണ്. ഓക്കെ, പക്ഷേ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഫുൾ സപ്പോർട്ട് ആയിരിക്കും. പെണ്ണുങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കും. അത്രയും സപ്പോർട്ടിലായിരിക്കും കാണിച്ചു തന്നെ. അതൊക്കെ നോക്കി നല്ല അലുവ കളറാണ്. 2 കളർ നോക്കി, നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ്. നല്ല ഹെവി ഹാൻഡ് വർക്കിലാണ്. ഏത് കളർ വേണമെന്ന് പറഞ്ഞത്, ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞത്. ഇത് കാണിക്കാം. ഇത് കണ്ട, ഇത് നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ക്വയർ നെക്ക് തന്നെ നല്ലൊരു കിഡിലും ഷോർട്ട് ടോപ്പ് ആണ്. ഇതൊക്കെ റെഗുലർ ഐറ്റം ഉണ്ടാവും. ഇതൊക്കെ 16-18 വയസ്സുള്ള പിള്ളേരുകളുണ്ട്. അതന്നെ, അവർക്കൊക്കെ ഈ ട്യൂഷനൊക്കെ പോകുമ്പോഴാനൊക്കെ പറ്റിയ നല്ല ഐറ്റംസ് ആണ്. പക്ഷെ അത് വിചാരിച്ച ട്യൂഷൻ പോണ പിള്ളേരൊന്നും ഇതെല്ലാത്തിനും കെട്ടായിരിക്കും കേട്ടോ. ഈ ഒരു പ്രിന്റിന് 4 കളേഴ്സ് ഉണ്ടാവും കേട്ടോ. സിംഗിൾ കളർ അല്ല, 4 കളേഴ്സ് ആണ്. നോക്കി, ഇതാണ്ട് അതിന് ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനി കുർത്തി പോലെയാണ് സെറ്റ് ചെയ്തേക്കണത്. ഇതാണ്ട സ്ലീവിന്റെ എൻ പോർഷനിൽ ഇതൊക്കെ നോക്കി. ഇഷ്ടമാതിരി പോയിട്ടുണ്ട്. വെക്കം കാണിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇതാണ്ട. ഇത് നല്ല കിഡിലും ചുരിദാർ നോക്കിയേ, സൂപ്പർ 3 പീസ്. ഇതാണ്ട കിഡിലും 3 പീസ് ആണ് ഇതൊക്കെ. മൽച്ചന്തേരി തന്നെ ഫുൾ ത്രെഡ് വർക്കിൽ. അതിന്റെ ദുപ്പട്ട നോക്കിയേ, അതിന്റെ ദുപ്പട്ട ഉണ്ടോ? ബ്ലാക്ക് നോക്കി. ഇതാണ്ട സൂപ്പർ കളറാണെന്ന് പറയാൻ എടുത്ത് കാണിക്കണതാണ്. ഇതാണ്ട നേരത്തെ കുട്ടി പറഞ്ഞല്ലോ വെക്കുമ്പോഴേക്കും പോവാന്ന്. 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. ഇതൊക്കെ പാകിസ്ഥാനി ഷോർട്ട് കുർത്തിയാണ്. ഇതൊക്കെ ഇങ്ങനെ കാണിക്കണാണ് നിങ്ങൾക്ക്. ഇത് വന്നെടുത്താൽ അത് വന്നാൽ മാത്രമേ ഇതിന്റെയൊക്കെ
ഇതറിയുള്ളൂ കേട്ടോ. പിന്നെ വെസ്റ്റേൺ സ്റ്റൈലിന്റെ നല്ല നല്ല കളക്ഷൻസ്, അതും ടോപ്പ് കളക്ഷനിൽ മെയിൻ ആയിട്ട്. പിന്നെ റേറ്റ് അടിപൊളി റേറ്റ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന്. കളക്ഷൻ മാത്രല്ല റേറ്റും അതന്നെ. ഇതൊക്കെ നോക്കി, ഇതാണ്ടോ നല്ല പ്രീമിയം ചുരിദാറാണ്. ഇതാണ്ടോ ഇതിപ്പോ ഓണം തന്നെ ഇല്ല കേട്ടോ, ക്രിസ്ത്യൻസിന് പള്ളിയെ പോവാനോ. തന്നെ ഇതാണ്ടോ അതിന്റെ തന്നെ നമ്മൾ 2 കളറാണ് സെറ്റ് ചെയ്തേക്കണം. ഒന്ന് വൈറ്റും ഒന്ന് നല്ല ജെറ്റ് ബ്ലാക്കും. സൂപ്പർ ബ്ലാക്ക് ആണ്. ഇതൊക്കെ വർക്കും വരുന്നുണ്ട് കേട്ടോ, നല്ല നല്ല വർക്കുകളാണ്. ഇത് ഷോർട്ട് കുർത്തി തന്നെ നമ്മൾ സ്ക്വയറിനൊക്കെ 5, ഇനിയിപ്പോ ആലിയാക്കട്ട് കണ്ടോ, ആലിയാക്കട്ടിലാണ് വന്നേക്കണത്. ഇതിന്റെ ബാക്ക് കണ്ടില്ലല്ലോ നിങ്ങള്, ബാക്ക് ഒക്കെ ആലിയാക്കട്ട് നോക്കി. അതിന്റെ വൈറ്റ് കണ്ട, ക്രീം കണ്ടോ, വന്നിട്ടുണ്ട്. ഇതാണ്ട ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സിംഗിൾ കളർ അല്ല, ഇതിനൊക്കെ കളർ ചാർട്ട് ഉണ്ട് കേട്ടോ. ഒരു പീസിന് തന്നെ കളർ ചാർട്ട് ഉണ്ട്. നല്ലൊരു ചുരിദാറാണ് കണ്ടോ, 3 പീസിന്റെ നല്ല കിഡിലും നല്ല ബീഡ്സ് വർക്കിൽ വന്ന നല്ല കിഡിലും ചുരിദാറാണ്. ഇത് സൈസ് ബേസ് ആണ്. M2+ വരെയും സൈസ് ഉണ്ട് ഇതിന്റെ. അതിന് ഷോൾ നോക്കി, അതിന് ഷോൾ എൻ പോർഷനിലൊക്കെ നല്ല സീക്വൻസ് വർക്ക് കൊടുത്തത്. ദാമന്റെ പോർഷനത്തെ വർക്ക് ഫിനിഷിംഗ് ആണ് എനിക്ക് എടുത്ത് കാണിക്കാനുള്ളത്. അടിപൊളി ഫിനിഷിംഗ്. ഇത് നമ്മളെ ഒരു മാസ്റ്റർ ഐറ്റം ഉണ്ടോ, വന്നതിനാ പെട്ടെന്ന് പോണ ഐറ്റംസ് ആണ്. ഓ ഒരു രക്ഷയില്ല, എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങി. പ്രിന്റ് നോക്കി, ഇതൊക്കെ ടീനേജിന്റെ ഇടയിൽ ചർച്ചയാണ് നമ്മുടെ അപ്പുക്കരെ പേര്. ഇത് നോക്കി, ഇതിപ്പോ ഒരു പുതിയ മോഡൽ വന്നേക്കണ കോട്ട് സെറ്റ് ആണ്. ഇതാണോ കോട്ടൺ ഫാബ്രിക്കില് നല്ല കിഡിലും കോട്ട് സെറ്റ് ആണ്. ഇതൊക്കെ ടീനേജിന്റെ ഇടയിലല്ലേ മെയിൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ആൾക്കാർക്ക് വേണ്ടോ, അതും കിട്ടണത് ഇവിടെ മാർക്കറ്റില് ടോപ്പ് കളക്ഷനിലായിരിക്കും. അതെ, അതിന്റെ കളറാണ് വെക്കം കാണിച്ചിട്ട് വെച്ചി. ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ വന്നത് ഒരു സെറ്റിൽ, ഈ പ്രിന്റിന്റെ തന്നെ ഫുൾ സെറ്റിൽ വന്നത് M2+ ആണ് സൈസ് വന്ന കേട്ടോ. ഒറ്റ കളറാണ്. ഇതാണോ ഇതൊക്കെ നോക്കി, ഈ പ്രിന്റ് ഒന്നും ചേച്ചി വെച്ചാൻ കൊടുത്ത പ്രിന്റ് ഇതാണോ, ഇതാണോ നോക്കി, നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ്. നല്ല സ്റ്റാൻഡേർഡ് ഒരു വെസ്റ്റ്, നമ്മൾ കുർത്തി ഇട്ടാലും 2 പീസ് ഇട്ടാലും ഒരു വെസ്റ്റേൺ സ്റ്റൈലിലേക്ക്, ഒരു ഇന്ത്യ വെസ്റ്റേൺ സ്റ്റൈൽ. ഇതിന്റെ പ്രത്യേകത എന്താണ്, കാണുമ്പോ കുർത്തിയാണ് പക്ഷെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ. നമ്മൾ ആലിയാക്കട്ടി തന്നെ കോട്ടന്റെ കാണിച്ച് അതിന്റെ റയോൺ. ഇതിൽ തന്നെ നമുക്ക് സൈസ് വന്നത് XL XL മാത്രം ഉണ്ടോ. ഇതാണ്ടോ ഞാൻ വെക്കം കാണിച്ചിടണ ഈ പാറ്റേൺ ഒക്കെ. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ വെസ്റ്റേണിലേക്ക് പോകണം. ഇത് നമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം പറഞ്ഞില്ലേ, ആ ഒരു പാറ്റേണിൽ പെട്ട ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതാണ്ടോ ഇതൊക്കെ നല്ല പ്രിന്റ് ആണ് കേട്ടോ. അത് കാണിച്ചു ബണ്ടലൊക്കെ പൊട്ടിച്ചെല്ലാം റെഡിയാക്കി എല്ലാം ഒതുക്കി വെച്ചാലേ നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. അതെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ മൊത്തം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാണ്. അപ്പൊ ഇനി ഇവിടെ ചേച്ചി ചേച്ചി എന്നെ കണ്ട പക്ഷെ ഞങ്ങള് തമ്മിൽ വീഡിയോ ചെയ്യുമ്പോ ഞാൻ എന്ന് ശ്രദ്ധിക്കും. ഞാൻ ഒരു പരിചയം ഒന്നുമില്ല, പക്ഷെ എന്നെ പരിചയമുണ്ട് അല്ലേ. നമ്മുടെ സ്ഥിരം ഞാൻ എന്നും നോക്കും എല്ലാ വീഡിയോ, ഒറ്റ വീഡിയോ പോലും കളയാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ ഇനി എത്ര തവണ കാണണമെന്ന് പറഞ്ഞാൽ മതിയില്ല. എവിടെന്നാ ചേച്ചി വന്നെ? കോട്ടയം പനമ്പാല മജസ്റ്റി എന്നാ എന്റെ കടയുടെ പേര്. അതെ, എങ്ങനെ നമ്മുടെ അബുക്കന്റെ കടയൊക്കെ എങ്ങനെയുണ്ട്, മീൻസ് കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? അടിപൊളിയാ, അടിപൊളിയാ. നിങ്ങൾ എത്ര നാള് സ്ഥിരം വരുന്നതാ? ഞാൻ ഇന്നിപ്പോ ഒരാള് പറഞ്ഞു ഇവിടെ വന്നായിരുന്നു, വേറെ കടയിൽ നിന്നൊക്കെ എടുക്കുന്നേ, അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് ഞങ്ങൾ വന്നാ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട്. അതെ, ഒറ്റയ്ക്കാണോ? ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓടി വന്നിട്ട് തന്നെ കെട്ടി, ഒരു ഫാമിലി മെമ്പർ പോലെയാണ് അത്. ആ ഒരു സന്തോഷം എന്നുവെച്ചാൽ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാന്നൊക്കെ പറയുമ്പോൾ അല്ലെ ഒരു അകലച്ച ഫീൽ ചെയ്യുന്നില്ല. ഇല്ല ഇല്ല, നമ്മൾ ഒന്നിച്ചിരിക്കുന്ന പോലെ. അപ്പൊ ചേച്ചി കളക്ഷൻസ് നോക്കാം, ഞാനിവിടെ കളക്ഷൻസ് അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കാം. എന്തായാലും ചേച്ചി കണ്ടു, പേര് ചോദിച്ചില്ല. എന്റെ പേര് ലീലാമലാല. ലീലാമലാൽ. ലീലാമ്മ ലാലും ഉണ്ട് അല്ലേ? ലീലാമ്മ വാ, നമുക്കിനി കുറച്ച് കളക്ഷൻ കാണിക്കാം. ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ നമുക്ക് നമ്മുടെ പിന്നാലോ. ആ അങ്ങനെ ഇതാണ് സ്പിരിറ്റ്. കോട്ടൺ വെസ്റ്റേൺ ഐറ്റം കാണിച്ചു തരാം. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല കിടിലൻ ഷർട്ടുകൾ എടുത്തൊന്ന് ഓരോന്നോരോ വെറൈറ്റി ആയിട്ടൊക്കെ എടുത്തുള്ളത് കണ്ടാ. ബിഗ് സൈസ് ആയിരിക്കും, നല്ല അടിപൊളി സൈസിലൊക്കെ വന്നേക്കണത്. 4XL 5XL 6XL വരെ ഉണ്ട് അതൊക്കെ കണ്ടാ. അതൊക്കെ കാണിച്ചു കൊടുത്തേ, വെറൈറ്റി ആണ് അതൊക്കെ. നല്ല അടിപൊളി പ്രിന്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റ് ആയിട്ട് പോണ ഐറ്റംസ് ആണ് ഇതൊക്കെ. M2+ സൈസ് ഉണ്ടാവും. ഇതൊക്കെ നല്ല ഫാസ്റ്റ് ആണ്. ഷോർട്ട് ടോപ്പില് സ്പ്രിംഗിൾ നല്ല ഫാബ്രിക്. എന്തൊക്കെ ഇടാൻ പറ്റും അതൊക്കെ നമ്മുടെ അബുക്കര കടയിൽ ബിഗ് സൈസ് ആണ്. ബിഗ് സൈസ് 3XL 5XL സൈസിൽ വേണ്ട സാധനമാണ് ഇതൊക്കെ. വെറൈറ്റി കളേഴ്സ് ആണ് ഇതൊക്കെ. ഇതിലൊക്കെ 4 ഷെയ്ഡ് ആയിരിക്കും അല്ലേ? ഇതൊക്കെ നോക്കി ഓൾ ഓവർ വർക്കിൽ നല്ല കിടിലൻ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ റേറ്റ് ഉള്ളത് ഇതൊക്കെ. നല്ല നമുക്ക് ബഡ്ജറ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നോക്കിയേ, കഫ്താൻ ഷർട്ട്, ഇതൊക്കെ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് ഇതൊക്കെ.
പൊളിക്കാൻ പറ്റിയ സാധനമാണ് ഇതൊക്കെ. ഇതൊക്കെ നോക്കിയേ, ഡെനിം റയോൺ ഉണ്ടാ. ഇതൊക്കെ നോക്കിയാൽ ഈ ഒരു മെറ്റീരിയലില് തൊട്ട് ഫീൽ ചെയ്യണം. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. കഫ്താന്റെ 10 കളർ ഉണ്ടാവും. എന്നാ റേറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഹിന്റ് തരാം. 2 ബിരിയാണിയുടെ കാശ്. ഞാൻ ഓപ്പണായിട്ട് കാശൊന്നും പറഞ്ഞില്ല. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വരാണെങ്കിൽ 2 ബിരിയാണിയുടെ കാശ് അത്രയും ചോദിച്ചു വന്നാൽ. അല്ല, ഒരു കടയിലൊക്കെ കാശ് കൂടുതലുണ്ടാവില്ല ബിരിയാണിക്ക്. നമ്മുടെ കണ്ടറിയണം കസ്റ്റമേഴ്സ്. ഇവിടെ വന്ന് വില ചോദിക്കാണ്ട് വില നോക്കൂല ഇവിടെ. നല്ല അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതൊക്കെ. നോക്കി ഇതൊക്കെ നോക്കിയേ, കണ്ടാ M2XL ആണ് സൈസ് വേണ്ടത്. ഇതിന്റെ വെയിറ്റ് ഒക്കെ ഉണ്ടാ. ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അന്താഴ്ച ഇതെന്താ സംഭവം ഈ തൊട്ട് ഫീൽ ചെയ്യാന്ന് പറയുമ്പോ ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്. നോർമൽ കാണുന്ന വെസ്റ്റേൺ അല്ല അത്. നോർമൽ കാണുന്ന ഓ ഇത് വാടാ, നേരിട്ട് വാ, തൊട്ടിങ്ങനെ ഫീൽ ചെയ്യുക. അതേപോലത്തെ ഐറ്റം വാടാ. അയ്യോ, എനിക്കതിങ്ങനെ വിളിച്ചിങ്ങനെ വരുത്തിക്കാൻ തോന്നുന്നു. നിങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓടി വന്നോ അല്ലേ? അതേപോലത്തെ ഐറ്റം ആണ്. യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റിയത് ഫോർമൽ ഷർട്ട്സ്. അതിൽ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഏത് കളറാണ് 10-15 കളർ ഉണ്ട്. കളർ വേണമെങ്കിൽ ഉണ്ട്. അത് സൈസസും ഉണ്ട്. അതെ, ഇതാ ഇതും ഒരു ഷർട്ട് തന്നെയാണ്. കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇവിടുത്തെ ആവേശമാണ് ഇഷ്ടമായി. നമ്മളൊരു കസ്റ്റമർ വരുമ്പോ വട്ടിട്ടിട്ട് ഇരുന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണേ ഏത് കളക്ഷൻസ് ആണ്. ഇതാണ് കളേഴ്സ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ട്. എടുക്ക മക്കളെ. കളർ മാത്രമല്ല ഇതിന്റെ ഒരു ക്വാളിറ്റി. ഓ അടിപൊളി. അബുക്ക എങ്ങനെ ഇതൊക്കെ ഒപ്പിക്കുന്നു. അതെ, അബുക്കനെ അറിയാത്തവരും ആരില്ല. എനിക്ക് തോന്നുന്നു ടോപ്പ് കളക്ഷനേക്കാളും കൂടുതൽ അബുക്കന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് കസ്റ്റമേഴ്സിനുള്ള ഡീലിംഗ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തില്. നോർമലി പറയണ പോലെ അല്ല കേട്ടോ. വരിക നിങ്ങൾ ഇവിടെ മാർക്കറ്റിൽ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിറ്റേ ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാൻ ഉടനടി കാലത്തോട്ട് വൈകുന്നേരം വരെ ഇവിടേക്ക് വന്ന് ഇവിടെ കളക്ഷൻസ് നോക്കുക. കളക്ഷൻസ് അതും ഇറക്കിയാ ഇമ്പോർട്ടഡ് സാധനം. അതിന്റെ കളേഴ്സ് ഒക്കെ നോക്കിയാ അടിപൊളി കളേഴ്സിന് വന്നേക്കണത്. അതിന്റെ പല പല ഐറ്റംസ് കണ്ടാ. ഓരോന്നോരോന്ന് കാണിച്ചു. ഇതൊക്കെ നൈറ്റ് വെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാളെ പുറത്തേക്ക് ഇട്ട് പോണ പോലെ. അതെ, ക്വാളിറ്റി സൂപ്പറാണ്. പറയാനോ ഒന്നിനൊന്നും മെച്ചമായ ഐറ്റംസ് ആണ് ഇതൊക്കെ ഇട്ട് പുറത്തേക്ക് പോയി ആരോ ചോദിക്കാ. അടിപൊളി സാധനങ്ങളാട്ടോ നൈറ്റ് വെയർ എന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ സൂപ്പർ ഐറ്റംസ് കേട്ടോ. വെറൈറ്റി ഐറ്റംസ്. വെറൈറ്റി കളക്ഷൻസ്, വെറൈറ്റി ഐറ്റംസ് മോഡൽ കണ്ടോ. അടിപൊളി ഐറ്റംസ് ടീനേജുകാർക്കുള്ളത്. അപ്പൊ ടീനേജ് എത്ര സൈസ് നമുക്ക് എത്ര ഏജ് കാറ്റഗറി? അല്ല അങ്ങനെയല്ല, എത്ര ഏജ് തൊട്ടാണ്? അല്ല ഞാൻ ചോദിക്കണേ ഇവിടെ ഈ കടയിൽ മൊത്തത്തിൽ നമുക്ക് എത്ര ഏജ് തൊട്ട് നമുക്ക് കിഡ്സ് മുതലുണ്ട്, 0 സൈസ് മുതലുണ്ട്. ജനിച്ച കുട്ടികൾക്ക് മുതൽ 10-50 വയസ്സായുള്ളവർക്ക് പറ്റിയ ഐറ്റംസ് വരെ നമ്മുടെ കടയിലുണ്ട്. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ജനിച്ച കുട്ടികൾക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ പെണ്ണുങ്ങളുടെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ലേഡീസ് ഒള്ളി പെണ്ണുങ്ങൾക്ക് മാത്രം. 2 പീസ് കേട്ടോ. നൈറ്റ് ഡ്രസ് തന്നെ 2 പീസ് ആയിട്ട്. 2 പീസ് കളക്ഷൻസ് വെറൈറ്റീസ്. ഇത് കാണിച്ചു നമ്മള് കാണിച്ചത് നേരത്തെ. വെറൈറ്റി ഐറ്റംസ് ആണ്. ഇപ്പത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോണ ഐറ്റം ആണ് ഡെനിം റയോൺ എന്നാണ് ഇതിന്റെ ഫാബ്രിക്കിന്റെ പേര്. ഫുൾ ത്രെഡ് വർക്ക് ആയിരിക്കും. ശരിക്കും ആക്ച്വലി ഇത് ഡെനിം തന്നെയാണ്. കളർ ചേഞ്ച് ആണെന്ന് മാത്രം. ഇതിൽ ഇത്ര കളേഴ്സ് ഉണ്ട്. അതിന്റെ ടോപ്പും അവൈലബിൾ ആണ്. അതിന്റെ ടോപ്പും ഉണ്ട്. ഇത് രണ്ട് സെപ്പറേറ്റ് ആണ്. പിന്നെ മേടിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ് വന്നത്. ഇങ്ങനെ സ്കർട്ട് ടൈപ്പ് ആയിട്ട്. പിന്നെ വെറൈറ്റി പാന്റുകൾ വന്നിട്ടുണ്ട് കണ്ടോ. വെറൈറ്റി എവിടെയും കിട്ടാം, മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത പാന്റുകളാണ് കണ്ടോ. കൊറിയൻ സ്റ്റൈൽ വെറൈറ്റി ആണ് സാധനം. കാർഗോ പാന്റ് ഇതൊക്കെ നിസ്സാര റേറ്റ് ഉള്ളൂ. അതിന്റെ കളേഴ്സ് ഒക്കെ നോക്കിയേ. കളേഴ്സ് ഉണ്ട്. കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇതില് എങ്ങനെയാ ഈ ബണ്ടിൽ എത്ര സൈസ്? 5 ഒറ്റ സൈസ്, ഫ്രീ സൈസ് ആയിരിക്കും. 5 കളർ ഉണ്ടാവും. അത് എടുക്കണം. ഇത് നോക്കിയേ, അടിപൊളി സ്കേർട്ട്. പ്രിന്റ് സൂപ്പർ. ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടാത്ത വെറൈറ്റീസ്. അതാ ഞാൻ പറഞ്ഞത്. മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് നമുക്ക് അതുപോലെ വെസ്റ്റേണിലും റേറ്റ് കുറവിനും കിട്ടുന്ന ഒരു കട എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ നോക്കിയേ. അവിടെ കസ്റ്റമറെ കാണിക്കാനുള്ള ഒരു തിരക്ക്. അതിന്റെ ഇടയിൽ വലിച്ചു വാരി എടുക്കല്. കളക്ഷൻസ് ടീഷർട്ട് 2-3 വെറൈറ്റീസ്. കൊറിയൻ സ്റ്റൈൽ അടിപൊളി ഐറ്റംസ്. ഇതൊക്കെ ടീഷർട്ടുകൾ കോളർ. അതിന്റെ കളേഴ്സ് ഒക്കെ നോക്കിയാ
വൈറ്റ് മാത്രല്ല ഈ എത്ര കളേഴ്സ് അല്ല ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാം എടുക്കണം ഇല്ല ഇത് 5 എണ്ണം വെച്ച് നമുക്ക് കൊടുക്കും 10 എണ്ണം ഉണ്ടാവും 5 എണ്ണം വെച്ച് കൊടുക്കും കൊടുത്താൽ മതി ഓക്കെ ഇത് നോക്കിയേ അതെ വന്നാ മതി ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിയോളൂ ഇത് ക്രോപ്പ് ടോപ്പ് ഇട്ടാ കുറച്ച് ലെങ്ത് ഓവർ സൈസ് ടീഷർട്ട് ക്രോപ്പ് ടീഷർട്ട് വെറൈറ്റി പ്രിന്റുകളായിരിക്കും പ്രിന്റുകൾ കണ്ട നമ്പർ വന്ന സാധനങ്ങളൊക്കെ വെറൈറ്റി ആണ് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അതിന്റെ കളേഴ്സ് ഒക്കെ നോക്കി എല്ലാം നല്ല മൾട്ടി കളേഴ്സ് ആയിരിക്കും നല്ല നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഇരിക്കുന്നത് ഐറ്റം ഉണ്ട് എന്നാ എല്ലാവർക്കും ആ കളർ വേണം താനും ബാക്കില് പ്രിന്റ് ഫ്രണ്ടില് പ്രിന്റ് അങ്ങനെ വെറൈറ്റീസ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഫോൺ അടിക്കുന്ന തോന്നുന്നുണ്ട് ആൾക്കാരെ എന്റെ അർജന്റീന എവിടെ അർജന്റീന എവിടെ അപ്പൊ സംഭവം ഇഷ്ടംപോലെ ഉണ്ട് കിടു ഐറ്റംസ് ഉണ്ട് ഒരു വീഡിയോയിൽ കാണിക്കാന്ന് പറയണത് പോസിബിൾ അല്ല മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് ആണ് അപ്പൊ ഇതൊക്കെ സംഭവം ഇത് പ്രിന്റ് ആക്ച്വലി വീവിംഗ് ആണ് ഇത് എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവമാണ് ഇതിൽ തന്നെ നമുക്ക് ഷർട്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സ്ലീവ്ലെസ് ഓക്കെ അപ്പൊ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് എന്തായാലും ഇനി അടുത്ത സെക്ഷനിൽ പോകണം ഒരു വീഡിയോയിൽ കാണിക്കാൻ പോസിബിൾ അല്ല അതുകൊണ്ട് അപ്പൊ നേരിട്ട് വരാ കാണാം ഇതും ആ ഒരു ബ്രസീലിന്റെ ടീഷർട്ട് ഇട്ടിട്ട് കിടക്കാച്ചാണ് ഇത് പൈജാമയാണല്ലേ പലാസോ പറഞ്ഞത് വെറൈറ്റി ഇറക്കിയിട്ടുണ്ടടാ മോനെ വേം വാ ചീപ്പ് റേറ്റിന് കൊടുക്കാൻ പറ്റിയ കഫ്താൻ ഫ്രീ സൈസ് ആണ് അടിപൊളി ഇവര് പറയും ഞാൻ പറയൂല മെറ്റീരിയൽ അടിപൊളിയാ അടിപൊളി മെറ്റീരിയൽ അടിപൊളി ഫാബ്രിക് ഇവർക്ക് ചീപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിസ്സാര റേറ്റിന് കിട്ടണേ അതാണ് ഇവര് പറയണേ ഇങ്ങനത്തെ ഷർട്ടുകളൊക്കെ ഇറക്കുന്നുണ്ടോ പുതിയ റിംഗിൾ ഷർട്ടുകൾ ഓണത്തിന് ബഡ്ജറ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റിയ റിംഗിളുടെ ഷർട്ടുകൾ ഇതൊക്കെ നോക്കിയേ ഓണത്തിന് വെറൈറ്റി സാധനമാണ് ഇതൊക്കെ പ്രീമിയം തന്നെ കണ്ട ഇങ്ങനെ കളേഴ്സ് വരും കോട്ടൺ ഫാബ്രിക് നല്ല അടിപൊളി കോട്ടൺ കഴിഞ്ഞിട്ടില്ലേ നമ്മള് മുകളിലേക്ക് പോവാൻ രണ്ടൂന്നായിട്ട് കൊണ്ട് കാണിച്ചു വരുന്നു ഷർട്ടുകള് പിന്നെ പാന്റിന്റെ ഒരു സെക്ഷൻ ഒക്കെ പുതിയ ഒരുപാട് ജീൻസും വെറൈറ്റീസും വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സമയമില്ല നമ്മുടെ സമയം ബിലാല് അവിടേക്ക് എത്തിയാ അതെ സ്ലീവ്ലെസ്സിന്റെ സമയം പരിധി ഉണ്ടല്ലോ അത് ടീനേജുകാർക്കുള്ളത് കിടിലായിട്ട് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഫ്രോക്ക് വന്ന് ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഷോർട്ട് ഉണ്ട് ഇത് ലോങ് ആണ് ഇതിന് ഷോർട്ട്സ് ടോപ്പ് ഉണ്ട് സ്ലീവ്ലെസിന്റെ ഇത് കാണിച്ചു കൊടുത്തേ സ്ലീവ്ലെസിന്റെ നല്ല അടിപൊളി അതും വിത്ത് പാഡഡ് ആണ് ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷന് അതിന്റെ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് അതിന്റെ ഇഷ്ടംപോലെ പ്രിന്റ് ഉണ്ട് പ്രിന്റ് ഉണ്ട് അതിന്റെ കണ്ടോ ഇത് അപ്പൊ ഒരെണ്ണത്തിൽ തന്നെ ഡിഫറെന്റ് പ്രിന്റുകൾ മാറി മാറി വരും അപ്പൊ അതുകൊണ്ട് മേടിക്കുമ്പോൾ ഫാബ്രിക് ആണ് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 4 പീസിന്റെ സെറ്റ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേടിക്കുമ്പോ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഒരു സൈസും ഒരു പ്രിന്റും ഒന്നും അല്ലല്ലോ വരുന്നത് ഡിഫറെന്റ് ആണ് 4 പീസിന്റെ ഒരു സെറ്റ് ആയിരിക്കും അപ്പൊ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് പോവാം അല്ലേ വെസ്റ്റേൺ കാണിച്ച് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇനി മേളിൽ പോവാൻ വീഡിയോ ലാഗായി പോകും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും സിബിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലാണ്ട് തുണി മാത്രം നോക്കിയാ പോരല്ലോ അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുള്ള് ബാഗി ജോഗർ മംഫിറ്റ് പലാസോ മിഡി ഇതെല്ലാം ഫുൾ അപ്പൊ ഒരു കാലിന്റെ കോഡ് ഫുൾ റെഡി ആയിട്ട് ഇതൊക്കെയാണ് നല്ല അടിപൊളി ബാഗിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് നോക്കി സൂപ്പർ ബാഗാണ് ഇതിൽ തന്നെ വൈറ്റ് ലെഗ് ഉണ്ട് പിന്നെ എന്താണ് ബനാന ഫിറ്റ് അങ്ങനെ പല പല മോഡലിലാണ് എല്ലാം റെഡി ആക്കി വെച്ചാണ് ഓക്കെ സൂപ്പർ കളർച്ചാട്ടാണ് എല്ലാം നല്ല ഡിഫറെന്റ് കളർച്ചാട്ടാണ് അടിപൊളി കളർച്ചാട്ടിലാണ് ഇതൊക്കെ നോക്കി അലാസ്റ്റിക് ഉള്ളതുണ്ട് അലാസ്റ്റിക് ഇല്ലാത്തതുണ്ട് പോക്കറ്റ് ഉള്ളതുണ്ട് പോക്കറ്റ് ഇല്ലാത്തതുണ്ട് കാർഗോ പോക്കറ്റ് ഉള്ളതുണ്ട് ചാർക്കോർ കളർ ഉണ്ട് എല്ലാ ടൈപ്പിലും നമുക്ക് സാധനം അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ജെറ്റ് ബ്ലാക്കിലേക്കാണ് ബാഗിൽ തന്നെ ഒരു 100 ഐറ്റം ബാഗ് തന്നെ ഉണ്ട് കേട്ടോ നോക്കി കളേഴ്സ് നോക്കി ഇത്രയും കളേഴ്സ് ഒക്കെ മാർക്കറ്റിൽ തന്നെ കിട്ടൂല അല്ല ഇപ്പൊ ഇവിടെ 2 പേര് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ ഞാൻ കാണിച്ചു തരാം അതിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം 2 പേര് യൂസ് ചെയ്യുന്ന ഉദാഹരണം ഞാൻ കാണിച്ചു തരാം
നമ്മളിവിടെ ഉള്ള ഒരാൾ ഇത് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ആ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, നല്ല ഷോർട്ട് മിഡിയാണ് കണ്ടോ. മിഡിയും കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അത് നോക്കി. നല്ല വൈറ്റ് ലെഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതാണ്ടോ ഓവർ ഒരു പലാസോ മോഡലാണ് ഇത്. ഇതാണ്ടോ ഡെനിമിന്റെ പലാസോ നോക്കി. നല്ല ഫോർമൽ പാൻറ് കേട്ടോ, നല്ല കിഡിലൻ ഫോർമൽ പാൻറ് ബാഗിയാണ് കേട്ടോ. ഇത് നോക്കി, മിഡിയാണ്, നല്ല സൂപ്പർ മിഡി ഡെനിമിലി. ഇതാണ്ടോ നല്ല കിഡിലൻ മിഡിയാണ്. ഇതൊക്കെ കണ്ടല്ലോ, മിഡി തന്നെ ഒരു 100 റേറ്റ് വേറുണ്ട്. ഇതാണ്ട കിഡിലൻ മിഡി എന്ന് പറഞ്ഞാൽ കണ്ടോ കളർ ചാർട്ട് ഉണ്ടോ, അലുവ പീസാണ് നോക്കി. കിഡിലൻ മിഡി. പക്ഷെ എന്താ മിഡി നോക്കി. ഇതുള്ള ഡിഫറെന്റ് മിഡിയാണ് കണ്ടോ, ഫ്ലോറൽ മിഡി. ഓണത്തിന് അതന്നെ ഇമ്പോർട്ടഡ് ഐറ്റം കണ്ടോ. ഇതൊക്കെ നോക്കി, ഡെനിമി തന്നെ അത്രയും വെറൈറ്റി ആണ്ടാ. ഇതുകൊണ്ടാ വെറൈറ്റി മെറ്റീരിയൽ. അതൊക്കെ കാണിക്കാം. അതിനേക്കാളും മുന്നേ ആ ജീൻസ് ഇട്ട ആളൊന്ന് കാണിക്കാം. അതെ ഞാൻ പറയില്ല, രണ്ടുപേർക്കും യൂസ് ചെയ്യാന്ന് പറയില്ല കേട്ടോ. അതില് ഒന്നാമത്തെ മോഡലാണ് കേട്ടോ. ഇതൊക്കെ രണ്ടുപേർക്ക് യൂസ് ചെയ്യാന്ന് പറയാൻ കാരണം ഇതാണ്, ഫോർമൽ പാന്റ് കേട്ടോ. ഇത് എല്ലാരും ഇവിടെ ഇപ്പൊ എടുക്കുന്നുണ്ട്, അങ്ങോട്ടും കൂടെ എടുക്കണൊക്കെ ഉണ്ട്. ഇത് ഫോർമൽ പാന്റ് ഇവിടെ ഇനി നമുക്ക് ഇത് അത് കണ്ടല്ലോ. പിന്നെ ഇതൊക്കെ പലാസോ ആണ്, ഞാൻ തുറന്ന് കാണിക്കില്ല. പലാസോ എന്താണ് സംഭവം നിങ്ങൾക്ക് അറിയാം. ദേ പിടിച്ചോ പലാസോ. അപ്പൊ ഇനി നമുക്ക് കിഡ്സിന്റെ സെക്ഷനിലേക്ക് പോവാം. എന്റെ പൊന്നു, എന്താ നിങ്ങളും കുട്ടികളായ ഡമ്മിയായാ? ഈ ഡമ്മിയുടെ കൂടെ അവരും ഡമ്മി ആയിട്ടാ നിക്കണത്. അടിപൊളി കിഡ്സിന്റെ ധാവണിയാണ്. അതെ, സൂപ്പർ ധാവണിയാണ് വന്നേക്കണം. സൈസ് അതിന് വന്നേക്കണം 24 to 34 സൈസിൽ നല്ല കിഡിലും ധാവണി സെറ്റാണ് വന്നേക്കണം കേട്ടോ. സൈസസ് ഉണ്ട്, കളേഴ്സും ഉണ്ട്. ഈ 1, 2, 4 കളേഴ്സിലാണ് നമുക്ക് ധാവണി കൊണ്ടുവന്നേക്കണേ കിഡ്സിന്റെ. അപ്പൊ അത് ഓണത്തിന്റെ ടൈം മാത്രമേ 365 ഡേയ്സ് ഉള്ള കളക്ഷൻസ്. നല്ല കിഡിലും ഇതാണ്ടാ കിഡ്സിന്റെ ഐറ്റംസ് ആണ്. സൂപ്പർ ഐറ്റംസ് ആണ്ടാ. ഇതാണ്ടാ കളക്ഷൻസ്. അതുപോലെ തന്നെ ടോപ്സ്. ഇത് നമുക്ക് ടോപ്സ് എന്ന് പറയുന്നത് ജീൻസിന്റെ കൂടെയോ പാൻസിന്റെ കൂടെയോ ഒക്കെ അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ആണ് കേട്ടോ. നമ്മൾ എങ്ങനത്തെ വെറൈറ്റീസ് ആണെങ്കിലും നമുക്ക് ഇവിടെ പെൺകുട്ടികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ ടീഷർട്ട് ഉണ്ട്, പിന്നെ ഫ്രോക്ക് ഐറ്റംസ് ഉണ്ട്, റോംബർ ഐറ്റംസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതിനിടാൻ പറ്റിയ ജോഗർ, ബാഗി, മംഫിറ്റ് അമ്മ മേളിൽ കാണിച്ചില്ലേ, ആ സെയിം ഐറ്റംസ് നമുക്ക് കിഡ്സിലും ഉണ്ട്. അതെ, പിന്നെ ഈ കാണിക്കുന്നത് എത്ര കളേഴ്സ് ഉണ്ട്? ഇതിനെല്ലാത്തിനും നമുക്ക് ഒരു 7 കളർ 8 കളേഴ്സോളം അവൈലബിൾ ആണ്. അത്രയും സ്റ്റോക്ക് ഫുൾ സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത്. ഫുൾ ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ ഇതൊരു ബോക്സ് ഐറ്റം ആണ്. അത് ഞാൻ ഈ വന്നിട്ട് ഇവിടെ വന്നതിന് ഏരിയ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇത് ഫ്രീ ആണോ? അത് അതിന്റെ പൊള്ളാണ്. ഫ്രീ ആണോ ചോദിക്കുന്നത്? ഫ്രീ ആണ്. ബോക്സ് ഐറ്റം നോക്കി. ഈ ബോക്സ് ഐറ്റം എന്ന് പറയുമ്പോ എങ്ങനെയാ 3 പീസ്? അതില് നമുക്ക് 1, 2, 3 സൈസിൽ നമുക്ക് ബോക്സ് ഐറ്റം വരും കേട്ടോ. ഇതൊക്കെ ഇതിപ്പോ 2-3 ബോക്സ് ഐറ്റം കാണിക്കണുള്ളൂ കേട്ടോ. ഇതൊന്നും എല്ലാ സെലക്ഷൻ ഇരിക്കുന്നത് ന്യൂ ബോൺ ഐറ്റം സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ സാമ്പിൾ കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് തിരുപ്പൂര് നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇങ്ങനത്തേക്ക് നല്ല സൈസ് ബേസിൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞാൽ സൈസ് കുറവായിരുന്നു. ഇപ്പൊ 4X വരെ സൈസ് അവൈലബിൾ ആണ്. തിരുപ്പൂർ ഐറ്റം ആണെന്ന് പറഞ്ഞിട്ട് തിരുപ്പൂരിനും ഒന്ന് കൊച്ചാക്കിയിട്ട് കാണണ്ട. നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ പാന്റ് ഐറ്റംസ് ഉണ്ട്, ഷോർട്സ് ഐറ്റംസ് സെപ്പറേറ്റ് ആണ്. അതുപോലെ ധാവണിയുടെ കളക്ഷൻസ് എന്താ നമ്മൾ ഫസ്റ്റ് കേറുമ്പോ കണ്ടതിന്റെ ഐറ്റംസ് ആണ്, കളേഴ്സ് ആണ്. ഇതൊക്കെ പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല ഷോർട്സ് ഐറ്റംസ്. എന്താ വലിയൊരിക്കിട്ടാ ധൈര്യത്തോടെ പിന്നെ അപ്പൊ ഇതിൽ എത്ര പീസ്? അങ്ങനെ ഇതിലിങ്ങനെ കെട്ടായിട്ട് 10 പീസ് ആയിരിക്കും. ഇതിൽ സൈസ് ആണ് XL, XXL, 3XL വരെ സൈസ് വരും. അപ്പൊ അത് ഫുള്ള് എടുക്കണം. ആ കാര്യത്തിൽ നിർബന്ധമാണ്. ഒരു കിഡ്സിന്റെ ഷോർട്സ് വന്നിട്ടുണ്ട്. ഇതാണോ ഷോർട്സ്? ഇവിടെ അത് റോംബറാണ്. പിള്ളേരാ നല്ല കിഡിലും റോംബറാണ് കേട്ടോ. ഓക്കെ, സൂപ്പറാണ്. ഇത് നമ്മ മേളിൽ വെസ്റ്റേൺ ചെയ്തോളെ തന്നെ പിള്ളേരെ വെസ്റ്റേൺ. ഇത് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സൈസസും ഉണ്ട്, കളേഴ്സും ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇരിക്കുന്ന മൊത്തം കിഡ്സിന്റെ മാത്രം നമുക്ക് ചെയ്തേക്കാം. ഒരു സെക്ഷൻ മാത്രമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ലൊക്കേഷൻ ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്ത് മാർക്കറ്റ് റോഡ് മേനക വഴിക്ക് ബസ് വഴിക്ക് വരികയാണെങ്കിൽ മേനകയിൽ ഇറങ്ങാം. മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടക്കാനുള്ള വഴിയുള്ളൂ. ട്രെയിൻ ആണെങ്കിൽ നോർത്തിലും ഇറങ്ങാം, സൗത്തിലും ഇറങ്ങാം. അവിടെ നിന്ന് ഒരു ഓട്ടോക്ക് വരാം, അല്ലെങ്കിൽ ബസ്സിന് വരാം, എങ്ങനെയും വരാം. ഇവിടെ അടിയിൽ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പാർക്കിംഗിൽ അവിടെ പറഞ്ഞാൽ മതി. ടോക്കൺസിന്റെ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഫ്രീ ആയിരിക്കും. അതെ, ഫ്രീ. ചിലപ്പോ അവര് കാശ് മേടിച്ചിട്ട് നമ്മളെ പൈസ ഇവിടുന്ന് തിരിച്ചു റിട്ടേൺ കൊടുക്കും. അതെ, ഏത് കടയിലേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു എത്ര സ്ലിപ്പ് തരിക, എത്ര രൂപ അത് പേ ചെയ്യാം. അത് കൊണ്ടിട്ട് ഇവിടെ കാണിക്കാം. നിങ്ങൾ ഐറ്റം എടുത്ത് പോകുമ്പോ അത് റീഫണ്ട് ആണ്. എന്തുണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി, നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പൊ ഇത് പക്ക ഹോൾസെയിലും കൂടിയാണ്. പക്ക ഫുൾ ഹോൾസെയിൽ. ജസിന ഓടിയോ? എന്തായാലും എന്തൊക്കെയോ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? ഇല്ല, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മളുടെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കളക്ഷൻസ് ഇനിയിപ്പോൾ കൂടുതലായിട്ടൊക്കെ കാണണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ
ഡെയിലി അപ്ഡേഷൻസ്. ഓക്കെ, ഡെയിലി അപ്ഡേറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വന്നത്. അപ്പൊ ഹോൾസെയിൽ മാത്രമേ അല്ലേ? ഹോൾസെയിൽ മാത്രം, അതൊന്നുകൂടി പറഞ്ഞ ഹോൾസെയിൽ മാത്രം